അദബുൽ മഹ്ജർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല. ആകെ സിലബസിൽ 3 പേരെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, രണ്ടാമത്തെ ആള് മീഖായിൽ നൊയ്മ, മൂന്നാമത്തെ ആള് ഈലിയ അബൂമാദെ. സിലബസ് കൊടുത്തിരിക്കണ ഇവര് 3 പേരെയാണ്. അത് ഹദീസിന്റെ ആ ഒരു ലിറ്ററേച്ചറിന്റെ ഭാഗത്ത്, മോഡേൺ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് കൊടുത്തതാണ്. പക്ഷെ അവര് മഹജറിൽ പെടുന്ന ആൾക്കാരാണ്. അല്ലാതെ തന്നെ റഷീദ് സലീം അൽ ഖൂരി അതേപോലെയുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ അല്ലാതെ വന്നിട്ടുണ്ട് PSC-യിൽ. അത് HSD-യിൽ ചോദിച്ചതാണെങ്കിൽ കൂടി അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലെ. ചില ആൾക്കാർ സിലബസ് വെച്ചിരുന്ന് ക്വസ്റ്റ്യൻ ഇടണമെന്നൊന്നും യാതൊരുവിധ നിർബന്ധമില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആരാണോ ഇടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ആരാണോ ഇടുന്നത് അവരനുസരിച്ചിരിക്കും നമ്മുടെ എക്സാം. അല്ലാതെ 100% സിലബസിനോട് നീതി പുലർത്തുക, ഇതൊന്നും നമുക്ക് വാദിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു കേസിന് സിലബസിൽ ഇല്ലാത്തതാണ് ഈ 100 ചോദ്യങ്ങളും പുറമേ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് പോയി ചെല്ലാൻ പറ്റൂല. അത് താഴത്ത് കൊടുത്തിരിക്കുന്ന കാരണം. അതുകൊണ്ട് മഹജറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഹറക്കാത്തില് നമുക്കറിയാം മദാരിസുകൾ, നമ്മുടെ സാഹിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ അദബിലുള്ള കുറെ മദാരിസുകളുണ്ട്. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള റാബിത്തത്തുൽ ഖലമിയ, അസ്വത്തുൽ അന്ദുലുസിയ, പിന്നെ മദ്രസത്തു ദീവാൻ, ജമാഅത്ത് അപ്പോളോ, ഇത് 4 നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ആ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ, അത് ഇമ്പോർട്ടന്റ് ആണ് ഏരിയ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും വരാറുണ്ട് കേട്ടോ. നോക്കിയേ, അദബുൽ മഹജറിൽ ആകെ പഠിക്കാനുള്ളത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണ്, ഈലിയ അബൂമാലിയാണ്, മീഖായിൽ നൊയമയാണ്, റഷീദ് സലീം അൽ ഖൂരിയാണ്. ഇവർ 4 പേരെ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് PYQ-ല് മാത്രമാണ് റഷീദ് സലീം അൽ ഖൂരി വന്നേക്കുന്നത്. അതും HSD-യിലാണ്. ബാക്കി 3 പേരും LP UP സിലബസിലുള്ളവരാട്ടോ. ഇനി നിങ്ങൾ ആൻസർ തന്നാലും ഞാൻ കാണൂല. പക്ഷെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും ഇപ്പോ റീസെന്റ് കഴിഞ്ഞ LP UP എക്സാമുകളിൽ നിന്നാട്ടോ. അതുകൊണ്ട് നിങ്ങൾ നോക്കിയ ബേസിക് ക്വസ്റ്റ്യനാ ഉലിദ ഖലീൽ ജിബ്രാൻ ഫി. ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഖലീൽ ജിബ്രാനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ആൻസർ അറിയാം അല്ലെ. ജിബ്രാനൊന്നും നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. ആൻസർ വരുന്നത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ആരാണ്, ഏത് സ്ഥലമാണ്? ലുബ്നാനാണ് അല്ലെ. ലെബനാനിലാണ് ആര് ജനിച്ചിരിക്കുന്നത്? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ജനിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇതിലിപ്പോ 150 പേരാണെങ്കിൽ മക്കളെ ഈ 150 പേര് ഈ ക്ലാസ് ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം. എന്റെ ക്ലാസ്സിന്റെ വീഡിയോ ചോദിക്കാൻ അത് റെക്കോർഡ് ചെയ്യാത്തോണ്ടൊന്നല്ല, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് നിർബന്ധമാണ്. അത് ഞാൻ GK എടുക്കുന്ന സമയത്ത് അതെ ക്ലാസ്സിന്റെ ഉള്ളിൽ നിന്ന് പഠിച്ചിട്ട് പോകണം. അല്ലാതെ ഇതിന് വേറൊരു സമയം കണ്ടെത്തരുത്. റിവിഷൻ പോലും ചെയ്യാത്ത വിധത്തിൽ ഇവിടുന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ ജിബ്രാൻ പഠിക്കാത്തവര് പഠിക്കുക. എവിടെയാണ്? ലബനാനാണ്. ജിബ്രാനൊന്നും ഒരിക്കലും PSC എക്സാമിന് തെറ്റിക്കരുത് കേട്ടാ. അതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഒരാളാണ് ജിബ്രാന്റെ ഒക്കെ, അതായത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തെറ്റിക്കുക. ആ ഉള്ളവര് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഇതൊന്നും തെറ്റിക്കുകയേ ചെയ്യരുത് കേട്ടോ. ജിബ്രാൻ ലുബ്നാനിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലഖബ് അഷായർ റഷീദ് സലീം അൽ ഖൂരി. റഷീദ് സലീം അൽ ഖൂരിയുടെ ലഖബാണ് ചോദിക്കുന്നത്. ഇത് HSD-യുടെ ക്വസ്റ്റ്യൻ ആട്ടോ. ലാസ്റ്റ് കഴിഞ്ഞ HSD-യുടെ ക്വസ്റ്റ്യൻ ആണ്. മുത്തനബി അൽ മഗ്രിബ് ഉണ്ട്. ഓപ്ഷൻ B അൽ അഖ്തൽ സഗീർ, ഓപ്ഷൻ C ഷായർ അൽ മദനി, ഓപ്ഷൻ D ഷായർ അൽ ഖർവി. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഞാൻ എന്നെ ഉറക്കത്തിൽ ചോദിച്ചാൽ എനിക്കറിയാം ഇതിന്റെ ആൻസർ. കാരണം നെറ്റിന് ഈ വിഷയം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ എക്സാമിന് ഞാൻ ഇത് തെറ്റിച്ചു. പബ്ലിക് ചെയ്ത് എക്സാം ഹോളിൽ നിന്ന് ശ്രദ്ധിച്ചില്ല. എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വെറുതെ ഒന്ന് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഏത് ആൻസർ കൊടുത്തേന്നോർത്ത് എനിക്കിനി അന്നുണ്ടായ സങ്കടം പിന്നെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ ആ എക്സാമിനുണ്ടായ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ, അത് രണ്ടും ഉണ്ടായത് മഹജർ ലിറ്ററേച്ചർ എന്നാണ്. അതാണെങ്കിൽ എനിക്ക് അറിയുന്ന ഏരിയ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെല്ലാം പഠിച്ചു, നമ്മൾ ഇതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, എക്സ്പേർട്ട് ആണെന്ന് കരുതിയിട്ട് നമ്മുടെ ശരിയാക്കണമെന്നില്ല കേട്ടോ. 4 ഓപ്ഷൻസും വായിക്കണം. നിർബന്ധമായിട്ട് 4 ഓപ്ഷൻസ് നിങ്ങളുടെ കണ്ണിൽ കാണണമെന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് നിങ്ങളുടെ കണ്ണിൽ കാണണം. നിങ്ങൾ കണ്ടോ? ഈ എക്സാം എഴുതിയവർക്ക് അറിയാം, 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും കാണൂല. അത് ചിലപ്പോൾ 4ാമത്തെ ഓപ്ഷൻ അതിലില്ലാത്തതൊക്കെ ആയിരിക്കും നമ്മൾ വായിക്കണുണ്ടാകുക. അത് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മെന്റൽ സ്ട്രെസ് കാരണം സംഭവിക്കുന്നതാ.
അപ്പോ ഇത് എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയതാണ്, എന്താന്ന് എനിക്കറിയില്ല, എന്നെ ഓപ്ഷൻ മാറിയതാണോ എനിക്കറിയില്ല. അങ്ങനെ തെറ്റിയൊരു ആൻസർ ഇത്. അതുകൊണ്ട് ശ്രദ്ധിക്കാട്ടോ. റഷീദ് സലീം അൽ ഖൂരി LP UP ചോദിച്ചിട്ടില്ല, HSTയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഷായറുൽ ഖറവിയാണ്. ഓക്കെ, എന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊക്കെ LP UP ആട്ടോ. അല്ലല്ല, ഇത് പിന്നെ HST ആണ്. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാണ് ഓരോന്നും എവിടുന്നാണ് എന്നുള്ളത് കൊടുക്കാണ്ടിരുന്നത് കേട്ടോ. നോട്ട്സ് ഒക്കെ ഇപ്പാണ് റെഡി ആയിരിക്കുന്നത്. ജരീദത്ത് സായിഹ്, സായി എന്ന് പറയുന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആരായിരുന്നതാണ് ചോദ്യം, അല്ലെങ്കിൽ ആരുടെയാണ് ഈ പത്രം എന്നായിരുന്നു ചോദ്യം. എവിടെ നിന്നുള്ളതാണ്? അല്ലത്തി അസ്തറത്ത് മിൻ ന്യൂയോർക്ക്, ന്യൂയോർക്കിൽ നിന്ന് പബ്ലിഷ് ചെയ്ത സായി എന്ന് പറയുന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആരാണെന്നാണ് ചോദ്യം. അപ്പോ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഉണ്ട് ഓപ്ഷനില്, മിഹായിൽ നുഐമയുണ്ട്, അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഉണ്ട്, നജീബ് കീലാനി ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് പോവാ. ആൻസർ വരുന്നത് അബ്ദുൽ മസീഹ് ഹദ്ദാദ് ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൻ മുഅസ്സിസു ഹറക്കത്ത് ദീവാൻ, ഹറക്കത്ത് ദീവാന്റെ സ്ഥാപകൻ ആരാന്നാണ് ചോദ്യം. അക്കാദ് മാസിനി, താഹ വ തൗഫീഖ്, ജിബ്രാൻ അബുമാലി, ഷൗക്കി അബുഷാദി. ഇതില് ആൻസർ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇതൊന്നും നമുക്ക് കൂടുതൽ നോക്കണ്ട. അക്കാദ് അൽമാസിനിയാണ്. അത് മാത്രമല്ല, ഇതൊക്കെ PYK ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇനി മുദീർ തഹ്രീർ മജല്ലത്ത് അപ്പോളോ, താവും കൂടി വേണം കേട്ടോ. അപ്പോളോ മാഗസിന്റെ മുദീർ തഹ്രീർ ആരാണ് ചോദ്യം. ചീഫ് എഡിറ്റർ തന്നെ ആരാണ്? ഷൗക്കിയാണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ നോക്കിയാൽ ലഹ്റത്ത് മദ്രസത്ത് ദീവാൻ അലായദി അക്കാദ് അൽ മാസിനി, അലക്ക് 2 കുത്ത് വന്നു കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. മദ്രസത്ത് ദീവാൻ അക്കാദ് മാസിനിയുണ്ട്, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. ആരാണെന്നാണ് ചോദ്യം. ആരായിരുന്നു? ശുക്രിയാണ്. ഇനി ബി അയ്യിലോ അല്ലഫ ജിബ്രാൻ കിതാബുഹു അൻ നബിയ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ചോദ്യമാണ്. നബിയ് എന്ന് പറയുന്ന ജിബ്രാന്റെ പുസ്തകം ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി മൻ സാഹിബ് കിതാബ് ദീവാൻ, കിതാബ് ദീവാന്റെ സാഹിബ് ആരാണെന്നാണ് ചോദ്യം. നമുക്കറിയാം മദ്രസത്ത് ദീവാന് തന്നെയാണ് അല്ലെ, അവരുടെ തന്നെയാണ് കിതാബ് ദീവാൻ. ആ ദീവാൻ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ് ആ സംഘടനക്ക് മദ്രസത്ത് അല്ലെങ്കിൽ ദീവാൻ എന്ന പേര് വന്നതെന്നൊക്കെ നമുക്ക് അറിയാം. അക്കാദാണ്. ഓക്കെ, ഇനി റാബിത്തത്തുൽ കലമിയുടെ അൽ ജരീദത്ത് റസ്മിയ ലി ജമഇയ്യത്തി റാബിത്തത്തുൽ കലമിയ ഫിൽ മഹ്ജർ, റാബിത്തത്തുൽ കലമിയുടെ ഔദ്യോഗികമായ പത്രം ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം ഏതാണ്. സായി ആണ്. സായി ആരാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞേ, അബ്ദുൽ മസീഹ് ഹദ്ദാദിൻ്റെതാണ്. അപ്പോ നമ്മൾ ചോദിക്കും സിലബസിൽ അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഇല്ല, പിന്നെ എന്തിനാണ് സായി ചോദിച്ചെന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് എന്തുണ്ട്? റാബിത്തത്തുൽ കലമിയ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അത് നെറ്റിന് പോലും സിലബസിൽ ഇല്ലാത്തവരെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ? ഈ സംഘടന റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം വരാം, കാണിക്കാൻ അവർക്ക് സോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഈ റാബിത്തത്തുൽ കലമിയ പഠിക്കുന്നത് കൊണ്ട് ആ സംഘടനയിലുള്ള ആരെ കുറിച്ചും ചോദിക്കാം. ഓക്കെ, ഇനി മജ്മുഅത്തുൽ ഖിസസിയ ലി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. മക്കളെ, ഇനിയിപ്പോ ക്ലാസ് നിങ്ങളൊന്നും ഇല്ല, ഞാൻ ലെഫ്റ്റ് ആയി പോയി കഴിഞ്ഞാലും ആരെങ്കിലും എന്നെ കോൾ ചെയ്യണോട്ടാ, അല്ലെങ്കിൽ അജ്മൽ സാറിൽ എനിക്ക് കോൾ ചെയ്യണോട്ടാ, അല്ലാതെ ഞാൻ അറിയേയില്ല. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ട് പോകും. ഓക്കെ, ഏതാണ് ജിബ്രാന്റെ മജ്മുഅത്തുൽ ഖിസസിയ എന്നാണ് ചോദ്യം. അൽ അർവാഹുൽ മുത്തമരിദ. ഇതൊക്കെ നമുക്കറിയാം. ജിബ്രാന്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ച പുസ്തകങ്ങളാണ് അല്ലെ. അതായത് പ്രിലിമിനറി ഉള്ള കുട്ടികളാണെങ്കിൽ പോലും ജിബ്രാനെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇംബുൽ കൈസ് തെറ്റിക്കരുത്, ജിബ്രാൻ തെറ്റിക്കരുത്, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഹാഫിൽ ഇബ്രാഹിം തെറ്റിക്കരുത്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ എങ്ങനെ ചോദിച്ചാലും തെറ്റിക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണ്. ഇതൊന്നും നമ്മൾ തെറ്റിക്കരുത് കേട്ടോ. ഇനി ഞാൻ തെറ്റിച്ച അടുത്ത ചോദ്യം, ഇത് HST എന്നാണ്. അഷർ ഷുറ ഫിൽ മഹ്ജർ. ഇത് ഇങ്ങനെ ആയിരുന്നില്ല ചോദ്യം, വലിയ ചോദ്യമായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു LP UP ഏതോ ഒന്നാണ്. പക്ഷേ ഇവിടെ HSTയുടെ സമയത്ത് ഒരു കീവേഡ് ഉണ്ടായിരുന്നു. എന്ത്? അഷർ ഷുറ ഫിൽ മഹ്ജർ എന്നുണ്ടായിരുന്നു. ഷുറ എന്നുള്ളത് ഞാൻ കണ്ടില്ല. ഞാൻ ആൻസർ കൊടുത്തത് ആരായിരുന്നു? ജിബ്രാനും കൊണ്ടുപോയി കൊടുത്തു. എന്റെ തെറ്റി. ഈലിയ അബുമാലിയാണ് ആൻസർ. അപ്പോ ശ്രദ്ധിക്ക, അഷർ ഷുറ എന്നുള്ളത്
ഈലിയ അബു മാലിക്കുള്ള മഹജറിലുള്ള, ശരിക്കും അഷ്ഹർ എന്ന് കേൾക്കുമ്പോൾ, മഹജർ എന്ന് കേൾക്കുമ്പോൾ ജിബ്രാൻ ഓപ്ഷൻസിൽ ഉണ്ടാവുമ്പോൾ ബാക്കി 3 എ ഓപ്ഷൻ ജിബ്രാൻ ഉണ്ടാകുകയും ബാക്കി 3 ഓപ്ഷൻസ് താഴത്തുണ്ടെങ്കിൽ വെപ്രാളം വ്യഗ്രതയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? മഹജർ ഉണ്ട്, അഷ്ഹർ ഉണ്ട്, ആർക്കും കൊടുക്കും? ജിബ്രാനും കൊടുക്കും, അല്ലേ? പക്ഷേ ശ്രദ്ധിക്ക, അഷ്ഹർ ഷൊറ ആരാണ്? എപ്പോഴും ഏറ്റവും മഹജർ ലിറ്ററേച്ചറിലെ പ്രസിദ്ധനായ ഷായർ ആരാണ്? ഈലിയ അബുമാലി ആണെന്നുള്ളത് ഓർത്ത് വെക്കാട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകരുത്. ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് ഈ ഒരു ചോദ്യം വന്നതിന് ഒരു കാരണവശാലും തെറ്റരുത് കേട്ടോ. ഇനി റാബിത്തത്തുൽ കലമിയുടെ വർഷമാണ് ചോദ്യം. 1920 അൽഫുൻ തിസ്ഇമിയ വൈഷിരീൻ. അതേപോലെ അടുത്ത ചോദ്യമുണ്ട്, അസ്ബത്തുൽ ഉന്ദുലുസിയ എന്ന് പറയുന്ന സംഘടന എവിടെയാണ് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അസ്സസത്ത് എവിടെയാണ് സ്ഥാപിച്ചത്? നമുക്കറിയാം മഹജർ ലിറ്ററേച്ചറിലാണ് റാബിത്തത്തുൽ കലമയും അസ്ബത്തുൽ, ഇതൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആൻസർ വരുന്നത് അമേരിക്ക അൽ ജനൂബിയാണ് കേട്ടോ. ഇനി ലൈസമിൻ അലായിൽ അസ്ബത്തുൽ ഉന്ദുലുസിയ, അസ്ബത്തുൽ ഉന്ദുലുസിയയിൽ പെടാത്ത അംഗം ഏതാണെന്ന ചോദ്യം. ലൈസ എന്നുണ്ട്. എന്റെ പൊന്നാര മക്കളെ, ഈ ലൈസി മായു ലായൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണണം കേട്ടോ. ഞാനിപ്പൊ പറയണ എക്സാം കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 1 തുറന്നു കഴിഞ്ഞാൽ മാ കണ്ടില്ല, ലാ കണ്ടില്ല, ലമ്മ കണ്ടില്ല, ലൈസ കണ്ടില്ല എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരു 20-30 കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുന്നവർ തന്നെ പറയും, നിങ്ങൾ എന്തൊക്കെ വന്നാലും ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കണം. ലേസയും ലായും മായൊന്നും കാണാതെ ഒരിക്കലും പോകരുത് കേട്ടോ. ഒരു തവണ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആലോചിക്കുക, ലേസയും മായും ലായും അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് പെഡഗോജിയിൽ അത് നോക്കാതെ നിങ്ങൾ എക്സാം എഴുതരുത് കേട്ടല്ലോ. അപ്പോ ഇവിടെ ലൈസമിൻ അലാൽ അസ്ബത്തുൽ ഉന്ദുലുസിയ ചോദിക്കുന്നുണ്ട്. ആൻസർ വരുന്നത് നസീബ് അരീലയാണ്. ബാക്കി 3 പേരും അസ്ബത്തുൽ ഉന്ദുലുസിയയിലെ ആളാണ്. നസീബ് അരീല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാബിത്തുൽ കലമിയുടെ റസ്മിയ ജരീദയായ സായിന്റെ, അല്ലാതെ അബ്ദുൽ മസീദ് അതാണ് അല്ലെ. നസീബ് അരീല റാബിത്തുൽ കലമിയുടെ ഒരു അംഗാട്ടോ. നമുക്ക് പഠിക്കാം. ഇനി ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ജമാഅത്തു ദീവാൻ ഫി മദ്രസത്ത് നഖ്ദിയ മിസ്രിയ മുതാസിറത്തുൻ ബി. ഈ മദ്രസത്ത് ദീവാൻ, ദീവാൻ എന്ന് പറയുന്ന സംഘടന ഏതുമായിട്ട് അതായത് ലിറ്ററേച്ചറിൽ ഏതിനെയാണ് സ്വാധീനിച്ചത്, അല്ലെ ഏതിന്റെ ഒരു ത്വര കൊണ്ടാണ്, ഏതിനോട് എന്താ പറയാ നിങ്ങളോട്, ആരുടെ സ്വാധീനം കൊണ്ട്, അല്ലെങ്കിൽ ഏതിന്റെ സ്വാധീനം കൊണ്ടാണ്, അല്ലെങ്കിൽ ജമാഅത്ത് ദീവാനിന്റെ, ദീവാൻ എന്ന് പറയുന്ന സംഘടനയിലെ കവിതകളൊക്കെ അല്ലെങ്കിൽ അവിടെ വന്ന സാഹിത്യ രചനകളൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദ്യം. ഉറപ്പാണ് നിങ്ങൾക്കറിയാം, ജമാഅത്ത് ദീവാന്റെ 3 പേരും ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ഭയങ്കര ഒരു കമ്പനി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരുന്നു ആര്? ജമാഅത്ത് ദീവാന്റെ 3 പേരും. അപ്പോ ഉറപ്പായിട്ടും ആൻസർ വരുന്നത് എന്താണ്? റൊമാൻസിയ അൽ ഇൻജലീസിയ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ള മദാരിസുകള്, സംഘടനകള്, ഈ സംഘടനകൾ എന്തുമായിട്ടാണ് അതായത് നമുക്ക് കുറെ ശൈലികൾ, ട്രെൻഡുകൾ വന്നിട്ടുണ്ട് അല്ലെ. കുറെ ട്രെൻഡുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് അബ്ബാസി കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാഹിത്യ മേഖല അല്ലെങ്കിൽ ഷീർ, കവിതകളൊക്കെ അവിടെ നിന്ന് പോയ ഒരവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് കയറുന്നത് ആരുടെ കാലത്താണ്? മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ സമയത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് സംഘടനകളൊക്കെ വരുന്നത്. സംഘടനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ട്രെൻഡുകൾ, അതായത് ക്ലാസിക്കിയ ജദീദ ഇതിലാണ്, അതായത് നിയോ ക്ലാസിസം നമ്മൾ കേട്ടിട്ടില്ലേ, ക്ലാസിസം. ഈ നിയോ ക്ലാസിസവും ക്ലാസിസത്തിലൊക്കെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ബാറൂദിയൊക്കെ കവിതകൾ രചിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നിയോ ക്ലാസിസം മാറിയിട്ട് റൊമാൻസിയ വരുന്നുണ്ട്, വാക്കയ്യ വരുന്നുണ്ട്, റംസിയ വരുന്നുണ്ട്, അവസാനം ഷിയറുൽ ഹുർ, നമ്മൾ പഠിക്കുന്ന നാസിഖുൽ മലായിക്ക റായിദത്തായിട്ടുള്ള ഷിയറുൽ ഹുർ വരെ ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോ, നിങ്ങൾക്ക് ആകെ PSCക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഏത് മദ്രസ ചോദിച്ചാലും, മദ്രസ എന്ന് പറയുന്നത് സംഘടന, ഏത് സംഘടനകളെ കുറിച്ച് ചോദിച്ചാലും, അതായത് റാബിത്തത്തുൽ കലമിയ, ഇത് ശരിക്കും കേൾക്കണം കേട്ടോ, റാബിത്തത്തുൽ കലമിയ, മദ്രസത്ത് ദീവാൻ, ജമാഅത്ത് അപ്പോളോ, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ,
അസ്ബത്തുൽ ഉന്ദുലുസിയ. ഈ 4 സംഘടനകളും റൊമാൻറ്റിസം അല്ലെങ്കിൽ റൊമാൻസിയ എന്ന് പറയുന്ന ഒരു ശൈലിയിൽ, ഒരു ട്രെൻഡില് രചനകൾ കൊണ്ടുവന്നവരാണ്. അപ്പോ ഏത് സംഘടന ചോദിച്ചാലും, അതായത് ഇപ്പൊ ഇവിടെ ജമാഅത്ത് ദീവാൻ എന്നാണ് ചോദിച്ചത്, ഈ ജമാഅത്ത് ദീവാന്റെ പകരം എന്താണ് മദ്രസത്ത് ദീവാൻ, അല്ലെ റാബിത്തത്തുൽ കലമിയ, അസ്ബത്തുൽ ഉന്ദുലുസിയ, അപ്പോളോ, ജമാഅത്ത് അപ്പോളോ എന്ത് വന്നാലും ഇഞ്ചിലീസിയിൽ മാറ്റം ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ റൊമാൻറ്റിസം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. റൊമാൻസിയിലാണ് അവരുടെ രചനകൾ വന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അദബുൽ മഹ്ജർ. അദബുൽ മഹ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നോട്ടുകൾ കൊടുക്കാനിട്ടാണ്. ഒന്നാമത്തെ കാര്യം സമയമില്ല, രണ്ടാമത്തത് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നിമിഷമാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടാവണ്ട അല്ലെങ്കിൽ മിസ്സാവണ്ട എന്ന് ഓർത്തിട്ടാണ് ക്ലാസ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോ മഹ്ജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 19ാം നൂറ്റാണ്ടിന്റെ ആ ഒരു സമയത്തൊക്കെ, 19ാം നൂറ്റാണ്ട്, അതെ, ഒരുപാട് ആൾക്കാർ മിസ്ർ, ലബനാൻ, ഷാം ഇവിടെ നിന്നുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്, അല്ലെ? അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഹിജ്റ, അതായത് തുർക്കികളുടെ ഭരണത്തിലെ ബുദ്ധിമുട്ട്, പിന്നെ അവർക്ക് അവിടെ ഭക്ഷണ ലഭ്യത കുറവ്, ജോലി ഇല്ലായ്മ, അത് മാത്രമല്ല ചെറിയ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ താമസിക്കുക, പകർച്ചവ്യാധികൾ ഉണ്ടാവുക, യുദ്ധഭീഷണി, അഥവാ യുദ്ധം, അതേപോലെ ഒരു വലിയ വലിയ സാധാരണക്കാർക്ക് ഭയങ്കര ടാക്സ്, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആൾക്കാർ ഹിജ്റ പോയിട്ടുണ്ട്. എങ്ങോട്ടേക്ക്? അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഷിമാലിലും ജനൂബിലും, വടക്കും തെക്കും, വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഹിജ്റ പോയിട്ടുണ്ട്. ബ്രസീൽ, അർജന്റീന അതേപോലെയുള്ളിടത്തും അമേരിക്ക, അങ്ങനെയുള്ള, അതായത് തെക്കിലേക്കും ഹിജ്റ പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായ സാഹിത്യമാണ് എന്ത്? അദബുൽ മഹ്ജർ കേട്ടോ. അദബുൽ മഹ്ജർ എന്താണ്? നമ്മുടെ ഷാം, ലബനാൻ, സിറിയ പോലെയുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ആ ഒരു നൂറ്റാണ്ടിൽ, ആ ഒരു കാലഘട്ടത്തിൽ തുർക്കി ഭരണത്തെ ഭയന്നും പട്ടിണി, പകർച്ചവ്യാധി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, യുദ്ധം, ഇതൊക്കെ കൊണ്ട്, അതേപോലെ ടാക്സിന്റെ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ കുടുംബസമേതം നാട് വിട്ട് പലായനം ചെയ്തവരാണ് മഹ്ജർ ലിറ്ററേച്ചർ ഉള്ളവർ കേട്ടോ. അപ്പൊ മഹ്ജർ എന്താണെന്ന് മനസ്സിലായി. അവിടെ ഉണ്ടായിട്ട് സാഹിത്യം, അതായത് ജിബ്രാനെ പോലെയുള്ള ഇലയാബിമാതൊക്കെ 10,000-കണക്കിന് ആൾക്കാരാണ് എന്ത് പോയത്? ഹിജ്റ പോയത്. അപ്പോ അവിടെ ഉണ്ടായ സാഹിത്യമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അദബുൽ മഹ്ജർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു, ഈ അദബുൽ മഹ്ജർ എന്ന ഹെഡിങ്ങിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്, ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹുബ്ബുൽ വത്തനായിരുന്നു, അല്ലെ? സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹമായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തില് വസ്ഫ്, മദ്ഹ്, ഗസ്ല്, അല്ലെ, ഇതൊക്കെയായിരുന്നു അവര് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഓരോ കാലഘട്ടത്തിലെയും കവിതകൾക്ക് എന്തുണ്ടായിട്ടുണ്ട്? ഓരോരോ സ്പെസിഫൈ ചെയ്ത ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ വസ്ഫ്, മദ്ഹ്, ഗസ്ലൊക്കെ ആണെങ്കിൽ മഹ്ജറിൽ എന്താണ്? അവരുടെ കവിതകളിൽ ഏറ്റവും കൂടുതൽ കാണാനുണ്ടായിരുന്നത് ഹുബ്ബുൽ വത്തനായിരുന്നു, രാജ്യത്തോടുള്ള സ്നേഹമായിരുന്നു. കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ എല്ലാവർക്കും രാജ്യത്തോടുള്ള സ്നേഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹുബ്ബുൽ വത്തൻ ഉണ്ടായ ഒരു മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അദബുൽ മഹ്ജർ കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അദബുൽ മഹ്ജറിൽ നിന്ന് വളരെ കുറച്ചാളെ പഠിക്കാനുള്ളൂ. അതിൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ വർഷം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പ്രത്യേകിച്ചും മരിച്ചുപോയ വർഷം നിങ്ങൾ നോക്കണം, 1931. നമുക്ക് വർഷമൊന്നും എല്ലാവരുടെയും പഠിക്കാനും ഇല്ല, PSC ചോദിക്കാറുമില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഹാഫിൽ ഇബ്രാഹിം അഹമ്മദ് ഷോക്കി മരിച്ചുപോയ വർഷം, അതേപോലെ നമ്മുടെ നജീബ് മഹ്ഫൂദിന്റെ നോബൽ സമ്മാനം കിട്ടിയ വർഷം, ജിബ്രാന്റെ വർഷം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്.
അല്ലെ? അങ്ങനെ അതേപോലെ മദ്രസകളുടെ വർഷങ്ങൾ, അതായത് നമ്മുടെ റാബിത്തുൽ കൽമ ആ ഒരു ഹരക്കാത്തുകളുടെ വർഷങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷങ്ങൾ ചോദിക്കാം. അല്ലാത്ത ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്തവരുടെ ആരുടെയും വർഷങ്ങൾ ചോദിക്കൂല. അതുകൊണ്ട് നിങ്ങൾ തലയും കുത്തിയൊന്ന് വർഷങ്ങൾ പഠിക്കണ്ട. പക്ഷേ ജിബ്രാന്റെ വർഷങ്ങൾ നോക്കുക. 1931 മരിച്ചത്, ജനിച്ചതോ 1883 അത് ഓർത്ത് വെക്കുക. അദീബാണ്, റസ്സാമാണ്, ലബനാനുകാരനാണെന്ന് നമ്മൾ പറഞ്ഞു. അദീബാണ്, സാഹിത്യകാരനാണ്. അതേപോലെ റസ്സാം, നന്നായിട്ട് ചിത്രം വരക്കുന്ന ആളും കൂടിയായിരുന്നു അല്ലെ. വുലിദ ബി ഖരിയത്ത് ബുഷ്റാമിൽ ലബനാൻ വ മാത ഫി ന്യൂയോർക്ക് 1931 ന്യൂയോർക്കിലാണ് അദ്ദേഹം മരിക്കുന്നത്. ലബനാനിലാണ് ജനനം, ന്യൂയോർക്കിലാണ് മരണം. അതെന്തായാലും ഓർത്ത് വെക്കുക. ലബനാനിലാണ് ജനനം, ന്യൂയോർക്കിലാണ് കേട്ടോ മരണം. മാറിപ്പോരുത്. نشأت أسرته في أحلال الفقر فهاجرت أمه بأولادها الأربعة إلى الولايات المتحدة الأمريكية في 12 من عمره ببوسطن سنة 1895. 1895 നിങ്ങൾ നോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇനി കണ്ണടച്ച് ഉറങ്ങാൻ കിടന്നവരാണെങ്കിലും നിങ്ങൾ ഫോൺ നോക്കിയേ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. 1895 ബോസ്റ്റണിലേക്കാണ് ഹിജ്റ പോകുന്നത്. ഉമ്മയും 4 മക്കളും കൂടി. നിങ്ങൾക്കറിയാം ജിബ്രാന്റെ വാപ്പ അല്ലെ, ജിബ്രാന്റെ വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചല്ലേ ഉമ്മ. അതെ, കല്യാണം കഴിച്ച് ജിബ്രാൻ ആദ്യത്തെ വാപ്പയിലെ മോനല്ലേ. രണ്ടാമത് കല്യാണം കഴിച്ച ആള് കുറെ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളൊക്കെ കൊണ്ട് ജയിലിലേക്ക് ആവണ് അല്ലെ. പിന്നെ ദാരിദ്ര്യം കൊണ്ട് ഉമ്മ മക്കളെയും കൊണ്ട് നാട് വിടുന്നതാണൊക്കെ നിങ്ങൾക്ക് അറിയാം. ജിബ്രാന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 1895 ആ വർഷം ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സാഫർ ഇല ഫറൻസ ലി ദിറാസത്തി റസം വ തലമ്മതാട്ടോ. എന്താണ് അവിടെ കൊടുത്തേക്കണേ? റസാമുൽ ഫറൻസി റോഡിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചിത്രകല പഠിക്കുന്നുണ്ട്. വർഷം നിങ്ങൾ നോക്കണ്ട, പക്ഷെ റോഡൻ എന്നുള്ള പേര് ശ്രദ്ധിക്കുക. ജിബ്രാനായിട്ട് റിലേറ്റഡ് ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. അപ്പോ ഈ ഒരു സ്ലൈഡില് ജിബ്രാനെ കുറിച്ച് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ളത് ശ്രദ്ധിക്കുക. ജിബ്രാൻ 1883 ബുഷ്റ, ലബനാനിൽ. ബുഷ്റ എന്ന് ചോദിക്കാം കേട്ടോ, ഏത് പട്ടണത്തിലാന്ന് ചോദിക്കാം. ബുഷ്റയിലാണ് ജനനം, ലബനാനിലാണ്. പിന്നെ 1931 ന്യൂയോർക്കിലാണ് അദ്ദേഹം മരിക്കുന്നത്. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ളത് റോഡന്റെ കീഴിലാണ് ചിത്രരചന പഠിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി لعب دورا هاما في تأسيس الرابطة القلمية سنة 1920 وانتخب عميدا لها. 1920 റാബിത്തത്തുൽ ഖലമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാന റോൾ ആര് വഹിക്കുന്നുണ്ട്? ജിബ്രാൻ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അമീദായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു തൂഫിയ ഫി ന്യൂയോർക്ക് സന, അത് നമ്മൾ പറഞ്ഞു 1931 ന്യൂയോർക്കിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇനി ജിബ്രാനെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് മുഅല്ലഫാത്തുകളാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ മുഅല്ലഫാത്തുകൾ പഠിക്കണം. അത് അറബിയിലുള്ളതും പഠിക്കണം. അതേപോലെ നമ്മൾ നേരത്തെ കണ്ടു അന്നബിയ് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചത്. അതുകൊണ്ട് അറബിയിലുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇംഗ്ലീഷിലുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ജിബ്രാന്റെ മ്യൂസിക്കി എന്നുള്ളത് മ്യൂസിക് എന്ന് കാണുമ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് കൊടുക്കണ്ട. മ്യൂസിക്കി എന്ന് പറയുന്നത് അറബിയാണ്. അവല് താലീഫാണ് കേട്ടോ. ജിബ്രാൻ ആയതുകൊണ്ട് അവല് താലീഫൊക്കെ ചോദിക്കാം. ഈ ജിബ്രാനിൽ PhD എടുത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ജിബ്രാന്റെ കുറച്ച് ഇറങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ. കാരണം അവർക്ക് ബേസിക് എന്ന് പറയുന്നത് തീരെ ലോക്കലായിരിക്കും. അതുകൊണ്ട് തന്നെ അവല് താലീഫ് ചോദിച്ചതിന് അത് മ്യൂസിക്കിയാണ്. 1905 പിന്നെ അൽ അജ്നിഹത്തുൽ മുതക്കസ്സിറ ഉണ്ട്, മവാക്കിബ് ഉണ്ട്, അർവാഹുൽ മുത്തമരിദ ഉണ്ട്, അവാസിഫ് ഉണ്ട്, അറായിസുൽ മുറൂജ് ഉണ്ട്. ഇതൊക്കെ അറബിയിലുള്ള ജിബ്രാന്റെ മുഅല്ലഫാത്തുകളാണ്. അറബിയിലുള്ള ജിബ്രാന്റെ മുഅല്ലഫാത്തുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഇംഗ്ലീഷിലുള്ളത് അൽ മജ്നൂൻ, അന്നബിയ്, ആലിഹത്തുൽ അർള്, റംല വസുബദ്, ഹദീഖത്തുൻ നബി അബഅദ് വഫാത്തി. അതിന് ബാദ് വഫാത്തിന് ശേഷമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ, ഹദീഖത്തുൻ നബി. അപ്പൊ ഓർത്ത് വെക്കുക, അന്നബി ഇംഗ്ലീഷാണ്, ഹദീഖത്തുൻ നബി എന്നുള്ളത് വഫാത്തിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നതാണ്. ജിബ്രാൻ ആയതുകൊണ്ട് തന്നെ വഫാത്തിന് ശേഷം പബ്ലിഷ് ചെയ്ത പുസ്തകം ഏതാണെന്നൊക്കെ ചോദ്യം വരാം. ആരാണ്, ഏത് പുസ്തകമാണ്? ഹദീഖത്തുൻ നബി ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ജിബ്രാന് ഇംഗ്ലീഷില്
2 നബിയുണ്ട്. ഒന്ന് അൻ നബി എന്ന് പറയുന്ന പുസ്തകവും രണ്ടാമത്തത് ഹദീഖത്തു നബി എന്ന് പറയുന്ന പുസ്തകവും കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കണേ. അതേപോലെ മ്യൂസിക് എന്നുള്ള പുസ്തകം അറബി ആണെന്നുള്ളതും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു സ്ലൈഡില് നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ടത് റാബിത്തത്തുൽ കലമിയനെ കുറിച്ച് പറഞ്ഞു, 1920 പറഞ്ഞു. പിന്നെ മരിച്ചത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു. മുഅല്ലഫാത്തുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക, നിർബന്ധമാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ അഷ്ഹർ ഷായിർ ഫിൽ മഹജർ ആരാണ്? ഈലിയ അബൂമാലിയാണ്. ഇദ്ദേഹത്തിന്റെയും വർഷം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ, എന്നാലും വെറുതെ കൊടുത്തുന്നുള്ളൂ, വർഷം ഇമ്പോർട്ടൻ്റ് അല്ല. ഈലിയ അബൂമാലി ആരാണ്? ഷായിറാണ്, മസ്രഹി, അതേപോലെ ലബനാൻകാരനാണ്. മസ്രഹി എന്ന് പറഞ്ഞാല് ഡ്രാമയൊക്കെ എഴുതുന്ന ആള് കേട്ടോ. ലബനാൻകാരനാണ്. വുലിദ ബിൽ മുഹൈദസ, മുഹൈദസ എന്ന് പറയുന്ന സ്ഥലത്താണ്, ലബനാനിലെ മുഹൈദസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. വതൂഫിയ ഫി ന്യൂയോർക്ക്, എവിടെയാണ് വഫാത്താകുന്നത്? ന്യൂയോർക്കിലാണ്. യുഅ്തബിറു അമീർ ശുറായ റാബിത. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു അഷ്ഹർ ഷുറാ ഫിൽ മഹജർ ഈലിയ അബൂമാലിയാണെന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന, നിങ്ങളെ ഡൗട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്, ആരാണ് അമീർ ഷുറ റാബിത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ റാബിത്തത്തുൽ കലമിയിൽ കുറെ ആൾക്കാർ, മിഖായിൽ വൈമ വരുന്നുണ്ട്, ഒരുപാട് നമുക്ക് പരിചയമുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോ അഷർ ഷുറ അല്ലേ, ഇനി അമീർ ഷുറ റാബിത്ത വേറെ ആരെങ്കിലും ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. അഷ്ഹർ ഷുറാവും അമീർ ഷുറാവും റാബിത്തയിൽ ആരാണ്? ഈലിയ അബൂമാലിയാണ്. ഒന്നുകൂടെ പറയാണ്, അഷർ ഷുറ ഫിൽ മഹ്ജർ ഈലിയ അബൂമാലിയാണ്. അമീർ ഷുറ റാബിത്ത ആരാണ്? ഈലിയ അബൂമാലിയാണ്. യുഅ്തബിറു അദ്ദേഹത്തെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു അമീർ ഷുറ റാബിത്ത കേട്ടാ. ഇനി തഹററ ഫി മജ്ലത്തുൽ അറബിയ മിറാത്തുൽ അറബ്. മിറാത്തുൽ അറബ് എന്ന് പറയുന്ന അറബി മാഗസിന്റെ ചീഫ് എഡിറ്റർ ആണ്. മിറാത്തുൽ അറബ് ആരുടെയാണ്? മിറാത്തുൽ അറബൊക്കെ ശരിക്കും റെഡിൽ കൊടുക്കേണ്ടതാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മിറാത്തുൽ അറബ് ആരുടെയാണ്? ഈലിയ അബൂമാലിയുടേതാണ്. അതേപോലെ തന്നെ അദ്ദേഹം വേറൊരു മാഗസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തഹററ എന്ന് പറഞ്ഞ ചീഫ് എഡിറ്റർ ആണ്. അദ്ദേഹം ഉണ്ടാക്കിയ മജൽ ഏതാണ്? അൻഷ മജലത്ത് സമീർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമീർ എന്ന് പറയുന്ന മജല്ല ഈലിയ അബൂമാലിയുടേതാണ്. വർഷം കൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചോ, 1929 കേട്ടോ. അസമീർ എന്ന് പറയുന്ന മാഗസിൻ ഉണ്ട്, അത് ഈലിയ അബൂമാലിയുടേതാണ്. 1929 വർഷം എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. അതേപോലെ മിറാത്തുൽ അറബും ഈലിയ അബൂമാലിയുടേതാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ തൂഫിയ ഫി ന്യൂയോർക്ക് സന 1957 അദ്ദേഹം വഫാത്താകുന്നത്. അതുകൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. വർഷമൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ന്യൂയോർക്കിലാണ് ഇപ്പൊ ജിബ്രാനും ഈലിയ അബൂമാലി മരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ന്യൂയോർക്കാന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ ഈലിയ അബൂമാലിയില് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 4 ലബനാനിലെ ജന്മം എന്നറിയാം. 4 പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെച്ചോ. അഷർ ഷുറ ഫിൽ മഹ്ജർ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അമീർ ഷുറ റാബിത്ത, പിന്നെ മിറാത്തുൽ അറബിന്റെ ചീഫ് എഡിറ്റർ, പിന്നെ മജലത്ത് സമീർ ഈലിയ അബൂമാലിയുടേതാണ്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, തെറ്റരുതേ. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മുഅല്ലഫാത്തുകളാണ്. തിദ്കാറുൽ മാലി, അവല് ദീവാനാണ്. അവല് ദീവാനം നിങ്ങൾ പഠിക്കണ്ട, അതൊക്കെ മാറ്റിയേക്ക്. തിദ്കാർ മാലി എന്ന് പറയുമ്പോൾ തന്നെ ഈലിയ അബൂമാലിക്ക് കൊടുത്തേക്ക്. പിന്നെ ദീവാൻ ഈലിയ അബൂമാലി, അതും തെറ്റൂല. അൽ ജദാബിൽ അൽ ഹമായിൽ തിബിർ വത്തുറാബ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ജദാബിലും ഹമായിലും തിബിർ വത്തുറാബും ഈലിയ അബൂമാലിയുടേതാണ്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പൊതുവെ ഈലിയ അബൂമാലിയുടെ മുഅല്ലഫാത്തല്ല ചോദിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ചോദ്യമാണ് കണ്ടിട്ടുള്ളത്. എന്നാലൊന്ന് മാറ്റിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ മുഅല്ലഫാത്തുകൾ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ സെമീറിനെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ജദാബിലും ഹമായിലും തിബിർ വത്തുറാബൊക്കെ ഈലിയ അബൂമാലിയുടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള മുഅല്ലഫാത്തുകളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സിലബസിലുള്ള മറ്റൊരാളാണ് മീഖായിൽ നുഐമ, അല്ലെങ്കിൽ നഈമ എന്നോ പേരല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം. ഉലിദ നുഐമ ഫി ബസ്കൻത മിൻ ലബനാൻ, അദ്ദേഹവും ലബനാനിൽ തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് ഡൗട്ട് തീർന്നു. ജിബ്രാൻ ലബനാനിലെ ബുഷ്റയിലാണെങ്കിൽ ഈലിയ അബൂമാലി ലബനാനിലെ മുഹൈദസയിലാണെങ്കിൽ മീഖായിൽ നുഐമ ലബനാനിലെ ബസ്കൻതയിലാണ്.
അപ്പോ സ്ഥലങ്ങളുടെ മദീനകൾ ചോദിച്ചില്ലെങ്കിലും ഇവര് 3 പേരും എവിടെയുള്ളവരാണ്? ലബനാനിൽ ഉള്ളവരാണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. ഷായിറാണ്, ഖാസാണ്, നാഖിദാണ്, മസ്രഹിയാണ്. അതേപോലെ വഖല മുഅല്ലമ ഹയാതിഹി ഫി ഷഖ്റൂബ് ലുക്കിബ ബിൻ നാസിഖ് ഷഖ്റൂഫ് വ ഫൈലസൂഫ് റാബിത്ത. നമ്മൾ നേരത്തെ പറഞ്ഞു ഷായിറു റാബിത്ത എന്നറിയപ്പെടുന്നത്, അമീർ ഷെറ റാബിത്ത എന്നറിയപ്പെടുന്നത് ഈലിയ അബുമാലിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഫൈലസൂഫ് റാബിത്ത എന്നറിയപ്പെടുന്നത് ആരാണ്? മിഖായിൽ നുഐമയാണ്. ഫൈലസൂഫ് റാബിത്ത ആരാണ്? മിഖായിൽ നുഐമയാണ്. അതിനേക്കാളും അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ലക്കബ് ഉണ്ട്. എന്താണ് ലക്കബ്? നാസിക ഷഖ്റൂബ് അല്ലെ? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പേര് വന്നത്? ജിബ്രാന്റെ മരണശേഷം മിഖായിൽ എന്ത് ചെയ്യുന്നുണ്ട്? മിഖായിൽ വൈം എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം നാട്ടിലേക്ക് ലബനാനിലേക്ക് മടങ്ങി വരുന്നുണ്ട് അല്ലെ? ജിബ്രാനും മിഖായിൽ വൈം എന്ന് പറയുന്നത് ഭയങ്കര സൗഹൃദം ഉണ്ടായ 2 പേരാ. അപ്പൊ ജിബ്രാന്റെ മരണം എന്ന് പറയുന്നത് മിഖായിൽ വൈമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്രഷനിലേക്ക്, വിഷാദത്തിലേക്ക് പോയ ഒരു സമയമായിരുന്നു. അപ്പൊ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട്, അതായത് വർഷങ്ങളോളം അവിടെ താമസിക്കുകയും പുറംലോകമായിട്ട് ബന്ധമില്ലാണ്ടിരിക്കുകയൊക്കെ ചെയ്തു. അത്രയും ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് ലഭിച്ചൊരു ലക്കബാണ് എന്ത്? നാസിക ഷഖ്റൂബ് എന്നുള്ളത് കേട്ടോ. നാസിക് എന്ന് പറയുന്നത് സന്യാസി. അപ്പോ നാസിക ഷഖ്റൂബ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണം എന്താണ്? ജിബ്രാന്റെ മരണശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ഒരു ഗുഹയിൽ അദ്ദേഹം ബാക്കിയുള്ള കാലം ജീവിക്കുന്നുണ്ട്, പുറംലോകമായിട്ട് ബന്ധമില്ലാതെ കേട്ടോ. പിന്നെ അതേപോലെ ഫൈലസൂഫ് റാബിത്ത എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നഷറ മക്കാലാത്തുഹു നഖ്ദിയ ഫി മജ്ലത്ത് ഫുനൂൻ. പോയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ. നഷറ മക്കാലാത്തുഹു നഖ്ദിയ ഫി മജ്ലത്തി അൽ ഫുനൂൻ. അത് നിങ്ങൾ വിട്ടേക്കിട്ടോ. കാരണം മജ്ലത്ത് ഫുനൂനിലെ മക്കാലത്ത് നഖ്ദിയ പബ്ലിഷ് ചെയ്തു എന്നുള്ളതൊന്നും വേണ്ട. പക്ഷേ വേറൊരു സാധനം മിഖായിലെ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല എന്തായാലും ചെരുപ്പ്. ജാസ്മിന്റെ ചെരുപ്പിട്ടേര് തിരിച്ചു കൊടുക്കട്ടോ. എന്നിട്ടേ നഷറ മക്കാലാത്തു നഖ്ദിയ ഫി മജ്ലത്ത്, അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ആ പോയിന്റ് വിട്ടേക്ക്. കാരണം മജ്ലത്ത് ഫുനൂന് നഖ്ദിയ മക്കാല, നഖ്ദിയ പറയുമ്പോ മിഖായിൽ നുഐമയുടെ നഖ്ദിയ ആയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ട്. ആർക്കറിയണേ? മിഖായിൽ നുഐമയുടെ നഖ്ദി ആയിട്ടുള്ള പുസ്തകമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരേ ഒരു നഖ്ദി ആയിട്ടുള്ള പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ മൂപ്പർ ഏകദേശം എല്ലാരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ, ഒരുപാട് എക്സാമുകളിൽ, കോമ്പറ്റേറ്റീവ് എക്സാമിന് പിന്നെ പുസ്തകത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നെറ്റ് എക്സാമിന് വർഷം ചോദിക്കാറുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഏതാണ്? ഇർബാല് അല്ലെ? ഇർബാല് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1923 ഇർബാല്. അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കാല നഖദിയായ ലേഖനങ്ങൾ അദ്ദേഹം മജ്ലത്ത് ഫുനൂൻ എന്ന് പറയുന്ന മജല്ലയിൽ അദ്ദേഹം എഴുതാറുണ്ട്. അപ്പൊ മജ്ലത്ത് ഫുനൂന് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആകുന്നത് എന്നുള്ളത് ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞുതരാം. അതേപോലെ അദ്ദേഹത്തെ ഉൻതഖബ മുസ്തശാറൻ ലിറാബിത്തത്തുൽ ഖലമിയ വഅദ് ദസ്സൂർ റാബിത്ത. അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? റാബിത്തത്തുൽ ഖലമിയയുടെ അഡ്വൈസർ ആയിട്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ ഭരണഘടന, റാബിത്തയുടെ ഭരണഘടന ഇമ്പോർട്ടന്റ് ആട്ടോ. റാബിത്തയുടെ കലമിയുടെ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? മിഖായിൽ നുഐമയാണ്. അതേപോലെ റാബിത്തത്തുൽ കലമിയുടെ നമ്മുടെ പുറംഭാഗമുണ്ട്, അതായത് ഡിസൈൻ ചെയ്തത്, അതിന്റെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്തത് ആരാണ്? ഖലീൽ ജിബ്രാനാണ്. റാബിത്തത്തുൽ കലമിയുടെ ലോഗോ, ആ പേജ് ഡിസൈൻ ചെയ്തത് ഖലീൽ ജിബ്രാനാണ്. കാരണം ചിത്രകാരനാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദസ്തൂർ, നിയമങ്ങൾ. ആ റാബിത്തത്തുൽ കലമിയുടെ നിയമങ്ങൾ ആരാണ് ഉണ്ടാക്കിയത്? മിഖായിൽ നുഐമയാണ്. മിഖായിൽ നുഐമയുടെ പ്രത്യേകത എന്താണ്? ഫൈലസൂഫ് റാബിത്തയാണ്. ഓർത്തു വെക്കണം, ഫൈലസൂഫ് റാബിത്തയാണ്. നാസിക് ഷഖ്റൂബാണ്. അതേപോലെ ഇർബാൽ എന്ന് പറയുന്ന നഖ്ദിയായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബഅദ് വഫാത്ത് ജിബ്രാൻ ആദയില ലുബനാനിലേക്ക് ജിബ്രാന്റെ മരണശേഷം മടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തിൽ പറയുന്നുണ്ട് ഇർബാൽ നഖ്ദാണ്. അൽ ആബാ വൽ ബനൂൻ മസ്രഹിയാണ്. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇർബാൽ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ പെടുത്താട്ടോ, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി നിങ്ങൾ നോക്കണമെന്നില്ല. പിന്നെ സീറ ആദ്യം ചോദിക്കാം.
അല്ലെ, ജീവചരിത്രം. അപ്പൊ സെബൂൻ എന്നുള്ളത് മിഖായിൽ നോയ്മയുടെ സിറാദാത്തിയാണ്. അത് താരീഖ്, ഷീർ അങ്ങനെ ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട. അത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ കുറച്ച് പുസ്തകങ്ങളുണ്ടല്ലോ, ഏതാണ് നമ്മുടെ നെറ്റില് യൂണിറ്റ് 6 വരുന്ന സിലബസ്, ആ ഭാഗം എനിക്ക് മറന്നുപോയി, പേരുകൾ മറന്നുപോയി. നമ്മുടെ അഹമ്മദ് അമീൻ അടക്കം കുറെ പുസ്തകങ്ങൾ വരുന്നില്ലേ, ഇബ്നു ഖൽദൂൻ, ആ ടീമുകളുടെ കുറെ പുസ്തകങ്ങൾ, താരീഖ്, അങ്ങനെ ഷീർ, അങ്ങനെയൊക്കെ വരുന്ന ഫൽസഫ, ആ ഏരിയകളിൽ നിന്നാണ് ഏതാണ് വിഷയം എന്നൊരു ചോദ്യം വരാൻ സാധ്യത കേട്ടോ. അതായത് നിങ്ങൾക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെഹബൂബ് സാർ എടുത്ത ആ ഒരു ഏരിയയിൽ നിന്നാണ് ഏതാണ് മൗലു എന്ന് ചോദിച്ചു വരാൻ സാധ്യത കൂടുതൽ. ഇതൊന്നും ചോദിക്കൂല. എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഓർത്ത് വെക്കുക. ഇർബാലിനൊക്കെ ഇതാണ്. ആബാവ് അൽ ബനൂൻ ഉണ്ട്, സെബോൻ ഉണ്ട്, ഹംസുൽ ജുഫൂൻ ഉണ്ട്. നോർത്ത് വെക്കുക ജുഫൂൻ ആണ് കേട്ടോ. ഹംസുൽ ജുനൂന് വേറെ ഉണ്ട്. ഹംസുൽ ജുഫൂൻ ആരുടെയാണ്? മിഖായിൽ നുവൈമയുടേതാണ്. സാദൽ മുആദ് ഉണ്ട്, മറാഹിൽ ഉണ്ട്, ഫി മഹബിരിഹ് ഉണ്ട്, കാനമാക്കാന ഉണ്ട്, അക്കാബിർ ഉണ്ട്, ഹവാമിഷ് ഉണ്ട്, അൽ യൗമുൽ അഖീർ ഉണ്ട് കേട്ടോ. അപ്പോ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മാത്രം മതിയേ. ഇനി ഞാൻ പറഞ്ഞു HSTയിൽ റഷീദ് സലീം അൽ ഹൂരി ചോദിച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചും ഒന്നും പഠിക്കാനില്ല. ലബനാനാണ്. അതേപോലെ ഷായറുൽ ഖർവി വ ഷായറുൽ അറൂബ എന്നറിയപ്പെടുന്നുണ്ട്. ഷായറുൽ ഖർവി നമ്മൾ ക്രിസ്ത്യനിൽ കണ്ടു. ബ്രസീലിൽ പോയത് അതൊന്നും നോക്കണ്ട നിങ്ങള്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് ഖല്ലഫ റഷീദ് അൽ ഖൂരി റിയാസത്തുൽ അസ്ബ ബഅദ വഫാത്ത് മീഷാൽ മാലൂഫ്. മീഷാൽ മാലൂഫിന്റെ വഫാത്തിന് ശേഷം അസ്ബത്തുൽ ഉന്ദുലുസിയയുടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാനം ഇദ്ദേഹം, സെക്രട്ടറി സ്ഥാനം റഷീദ് അൽ ഖൂരി ഏറ്റെടുക്കുന്നുണ്ട്. അത് നമ്മൾ ആ സംഘടന പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. റഷീദ് സലീം അൽ ഖൂരി ഒരു ഇമ്പോർട്ടന്റും ഇല്ല, HSTക്ക് ചോദിച്ചത് കൊണ്ട് മാത്രം ഉൾപ്പെടുത്തിയതാണ്. ആകെ നിങ്ങൾ നോക്കാനുള്ളത് ഷായറുൽ ഖർവിയാണ്, ഷായറുൽ അറൂബ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകളൊന്നും ഞാൻ ഇരിക്കട്ടെ ഒരു വഴിക്ക് പോണല്ലേ എന്ന് ഓർത്തിട്ട് കൊടുത്തതാണ്. ചോദിക്കാൻ സാധ്യത 1% പോലും ഇല്ല. ഇനി വല്ല ആൾക്കാരും ബാക്കിയുള്ള ആൻസറിലൊക്കെ PhD ചെയ്ത ആൾക്കാരെ ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ എൻ്റെ ഒരു വിഷയം എന്ന രീതിയിൽ ചോദിച്ചാലായി, അല്ലെങ്കിൽ ചോദിക്കൂല കേട്ടോ. ഇനിയാണ് നമുക്ക് എളുപ്പവും തെറ്റിക്കാൻ സാധ്യതയുള്ള വർഷങ്ങളും വരുന്ന അൽ ഹറക്കാത്തുൽ അദബിയ. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിപ്പോ 4 പേരെ പഠിച്ചു, 4 പേരെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹറക്കാത്തുൽ അദബിയ എന്താണ്? തബ്ദഉ നഹ്ല അശ്ശീറ ഫി നിസ്ഫി സാനി മിനൽ ഖർനി താസിഅ സുമ്മ തത്തസിഉ ഫി അവൈലിൽ ഖർനിൽ 20. അതായത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ആരായിരുന്നു? ബാറൂദിക്ക് മുമ്പ് വരെ ഷേർ അവിടെ ആ ഒരു കാലഘട്ടം, അബ്ബാസി കാലഘട്ടം കഴിഞ്ഞിട്ട് മരിച്ച നിലയിലായിരുന്നു. അവിടുന്ന് നഹ്ല, നവോത്ഥാനം വന്നത് എപ്പോഴായിരുന്നു? നിസ്ഫു സാനി മിനൽ ഖർനി താസിഅ, 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ. അങ്ങനെ പറഞ്ഞാൽ എപ്പോഴാണ്? 1850 ശേഷം. 19ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1800 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. അതായത് 1801 മുതൽ 1899 വരെ അല്ലെ? 1899 കഴിഞ്ഞാ അല്ലല്ല, അങ്ങനെ തന്നെ അല്ലേ? 1899 എത്രയാണ്? ആ കണക്ക് പറഞ്ഞത് തെറ്റും ചിലപ്പോ. അപ്പൊ അതായത് ആ ഒരു കാലഘട്ടം വരെ, ശരിയാണ്, ആ ഒരു കാലഘട്ടം വരെ പിന്നെ 19ാം നൂറ്റാണ്ടാട്ടോ. അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1900 മുതൽ എന്ന് ചിന്തിക്കരുത്, 2000 വരെ എന്ന് ചിന്തിക്കരുത്. 1801 മുതൽ 1899 വരെയാണ് 19ാം നൂറ്റാണ്ട്. അപ്പൊ ആ നൂറ്റാണ്ടിന്റെ പകുതിയിൽ, അതായത് നമുക്കറിയാം ബാറൂദി ജനിച്ചത് 1831 1831 ഓർമ്മ. അപ്പോൾ അതിനുശേഷം ബാറൂദിയുടെ ജനനശേഷം, ബാറൂദി ഒന്ന് എഴുതാനും വായിക്കാനും ഒന്ന് ഇച്ചിരി വലുതാണ്ടേ. അപ്പോൾ 1850 ശേഷമാണ് ഷീറില് നഹല, നവോത്ഥാനം വന്നു തുടങ്ങിയത്. സുമ്മ തത്തസിയോഫി അവൈൽ കർലിഷിരി, പിന്നെ 20ാം നൂറ്റാണ്ടിലേക്ക് അതങ്ങോട്ട് വ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് മദ്രസത്തുൽ ബഹ്സ് വൽ ഇഹിയ എന്ന് പറയുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ ആ ഒരു നവോത്ഥാനത്തിന്റെ തുടക്കത്തില് ആ പാതയിൽ വന്ന ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നെറ്റിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടില്ല ഇതുവരെ. അത് മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് റായിദു മദ്രസത്ത് വല്ലിഹിയ, മദ്രസത്തുൽ ബഹ്സി വല്ലിഹിയന്റെ റായിദായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? മഹ്മൂദ് സാമി അൽ ബാറൂദി ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ.
ഈ വർഷം നിസ്വസാനി മേൽക്കാലത്ത് ആശേഷം ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. അതൊക്കെ നിങ്ങൾ മറന്നേക്ക്, നിങ്ങൾ അത് ചിന്തിക്കേ വേണ്ട. നിങ്ങൾ ആകെ ഈ പേജിൽ പഠിക്കാനുള്ളത് ഏതാണ്? മഹ്മൂദ് സാമി അൽ ബാറൂദി മദ്രസത്ത് ബഹസ് വലിയായിന്റെ റായിദാണെന്ന് മാത്രം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് അർ റാബിത്തുൽ കലമിയ. ഞാൻ ഇങ്ങനെ മഹജറും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇല്ലല്ലോ. ഓക്കെ, അപ്പോ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ കാരണം വർഷങ്ങൾ ഓർഡർ ആയിട്ട് പോവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മഹജർ നമ്മൾ ലാസ്റ്റ് പറഞ്ഞാൽ മതി. ആദ്യം മഗ്‌രിബിലുള്ള കാര്യങ്ങൾ പറയാതെ ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നത് വർഷം, അതായത് റാബിത്തുൽ കലമിയാണ് തുടക്കം 1920 എന്നുള്ളത്. അതിനുശേഷമാണ് ബാക്കിയുള്ള സംഘടനകൾ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കൊടുത്തത്. ആ റാബിത്തുൽ കലമിയ 1920 മഹജർ ഷിമാലിയാണ്. ഇപ്പൊ പഠിച്ചു വെച്ചോ, റാബിത്തുൽ കലമിയ മഹജർ ഷിമാലി. മഹജർ ഷിമാലി അത് പഠിച്ചു വെച്ചോ. കാരണം റാബിത്തുൽ കലമിയ മഹജർ ഷിമാലി മഹജർ ജനൂബി എന്നൊക്കെ കൊടുത്തതിനെ തെറ്റും. അപ്പോ റാബിത്തുൽ കലമിയ ഷിമാലിയാണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് കലമിലെ ലാമുണ്ട് ഷിമാലിലെ ലാമുണ്ട്, അങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്ങനെയെങ്കിലും അത് പഠിച്ചു വെക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ വർഷം 1920 ആണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഇതിൽ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾ നോക്കിയേ. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഉണ്ട്, ഇലിയ അബൂമാലി ഉണ്ട്, നസീ വരീല ഉണ്ട്, റഷീദ് അയ്യൂബ് ഉണ്ട്, നദ്രത്ത് ഹദ്ദാദ് ഉണ്ട്, പിന്നെ മിഖായിൽ നയിമയുടെ ഫോട്ടോ ഇട്ടാണ് മിഖായിൽ നയിമയുണ്ട്. ഇനി ഫോട്ടോ ഒന്നും ചോദിക്കണ്ട, ഫോട്ടോ ഒന്നും ചോദിച്ചിട്ട് ഇത് ആരാന്നൊന്നും ചോദിക്കൊന്നുമില്ല. ഇനി هي إحدى الجمعيات الأدبية التي أسسها مهاجرو الشام في أمريكا الشمالية في ന്യൂയോർക്ക്. ഇത് ഒരു കൂട്ടം മുഹാജിരീങ്ങൾ, അതായത് ഹിജ്റ പോയ ആൾക്കാർ ഷാമിൽ നിന്ന്, അതായത് ഷാമിൽ നിന്ന് പോയവരാണ് കൂടുതലായിട്ട് അമേരിക്ക ഷിമാലിയ തെക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് കേട്ടോ, ന്യൂയോർക്കില്, പ്രത്യേകിച്ച് ന്യൂയോർക്കില്. അപ്പൊ ന്യൂയോർക്കിൽ ഒരു കൂട്ടം ആൾക്കാർ സാഹിത്യകാരന്മാർ കൂടി ചേർന്നുണ്ടാക്കിയ സംഘടനയാണ് ഇത്. ഒരു ഇമ്പോർട്ടന്റും ഇല്ല. അതിൽ ഇമ്പോർട്ടന്റ് ഉള്ളത് ന്യൂയോർക്ക് റാബിത്തുൽ കലമ എവിടെയാണ്? ന്യൂയോർക്കാണ്. അമേരിക്ക ഷിമാലി ആണെന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ മഹജർ ഷിമാലി ആണെന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി ബദഅത്ത് ഫിക്റത്തു റാബിത്ത മുൻദു 1916 1916 മുതൽ തന്നെ ഇതിന്റെ ചിന്ത ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ബദാത്ത് ഫിക്റത്ത് റാബിത്ത എന്ന് ചോദിക്കും. കാരണം നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ. അപ്പൊ 1920 ഉണ്ടാവും, 16 ഉണ്ടാവും. റാബിത്തത്തുൽ കലമിയ എന്ന് കാണുമ്പോ തന്നെ 20 കൊണ്ടുപോയി കുത്തരുത്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. അപ്പോ ഫിക്രത്ത്, അതിന്റെ ഒരു ചിന്ത, നമുക്ക് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങണം. നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇവിടെ രാജ്യം വിട്ട് നിൽക്കുന്ന, സ്വന്തം രാജ്യത്ത് നിൽക്കുന്നില്ല, കുറെ രചനകൾ ഉണ്ടാക്കുക, നമുക്കൊരു സംഘടന ഇല്ലല്ലോ. എപ്പോഴും നമ്മൾ ഒറ്റക്ക് നിൽക്കുന്നതിനേക്കാളും സംഘടിതമായിട്ട് നിൽക്കുമ്പോൾ ശക്തി കൂടുതലായിരിക്കും അല്ലെ. അപ്പോ ആ സംഘടന ഉണ്ടാക്കണം എന്ന ചിന്ത വന്നത് എപ്പോഴാണ്? 1916 മുതലാണ്. അതുകൊണ്ടാണ് കമ്പൈൻ സ്റ്റഡി ഒക്കെ പറയുന്നതൊക്കെ ഈ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ഒറ്റക്ക് വായിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളോട് 5 പേരുണ്ടെങ്കിൽ ആ 5 പേരുടെ നോളജ് നമുക്ക് കിട്ടും. അപ്പോ ഇനി നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ഒന്നും വായിക്കാൻ ഇരുന്നിട്ട് സമയം കളയരുത്. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ PYQ വായിക്കാൻ മാത്രം വേണ്ടി ഇരിക്കണം. കാരണം ഒറ്റയ്ക്ക് ഒരുപാട് ഇങ്ങനെ നമ്മൾ വായിച്ച ഏരിയകളൊക്കെ ഇങ്ങനെ ഒന്ന് കൈവച്ച് വിരൽ വെച്ച് പോയാൽ മാത്രം ചിലപ്പോൾ നമ്മുടെ റിവിഷൻ നടന്നു പോകും. അതുകൊണ്ട് ഇനി തുടക്കം തൊട്ടേ എല്ലാം ഒന്നിച്ച് വായിക്കുക എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട. അവനവന് നന്നായിട്ട് പഠിക്കുക. ഒരാളും നമുക്ക് എന്താ പറയണ്ട, അവർക്ക് വേറെ ജോലി കിട്ടുന്ന ഉറപ്പുണ്ടായാൽ പോലും അവര് തൊട്ട് മേലെ നമുക്ക് ഉണ്ടെങ്കിൽ വേറൊരു ലിസ്റ്റിൽ നിന്ന് അവർ മാറിത്തരൂല. ഇപ്പുറത്തെ ജോലി കിട്ടുന്നുള്ളത് ഉറപ്പായിരിക്കും, എന്നാൽ പോലും എന്ത് ചെയ്യൂല, അവരത് മാറിത്തരൂല, അവരവിടെയും കയറും. അപ്പോ എല്ലാവരും അവരുടെ സേഫാണ് നോക്കുക. അതിനെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അവരുടെ സേഫ്റ്റിയാ നോക്കുക. അതുകൊണ്ട് സമയം കളയാതെ ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ പറഞ്ഞു റാബിത്തയുടെ ചിന്ത വന്നത് 16 تأسست الرابطة القلمية بعد جلستين عقدت أولاهما في منزل عبد المسيح حداد مالك ورئيس تحرير جريدة ساي النيويوركية العربية بتاريخ 20 ഏപ്രിൽ 1920. അതിൽ നിങ്ങൾ ആകെ ചിന്തിക്കാനുള്ളത്, അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2 മീറ്റിംഗ് കൂടിയിട്ടാണ് റാബിത്തത്തുൽ കലമിയ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ മീറ്റിംഗ് അബ്ദുൽ മസീഹ് ഹദ്ദാദിന്റെ വീട്ടിലാണെന്നാണ് പറയുന്നത്. അബ്ദുൽ മസീഹ് ഹദ്ദാദ് ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സായി പത്രത്തിന്റെ ഉടമയാണ്, ചീഫ് എഡിറ്റർ ആണ് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഏപ്രിൽ 20 1920 എന്നുള്ള ഡേറ്റ് ആണ്. അന്നാണ് എന്ത് വരുന്നത്? റാബിത്തത്തുൽ കലമിയ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത്. ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ.
ബാക്കി നിങ്ങൾ നോക്കണ്ട. പിന്നെ സായി നമ്മൾ നേരത്തെ PYക്ക് പറഞ്ഞിരുന്നു, അബ്ദുൽ മസീഹ് ഹദ്ദാദിൻ്റെതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിലാകെ ചിന്തിക്കാനുള്ളത് 2 ഡേറ്റ് ആണ്. ഫിക്രത്ത് ചിന്ത വന്നത് 1916 അത് യാഥാർത്ഥ്യമാകുന്നത് 1920 ഏപ്രിൽ 20 ഓർത്തു വെക്കുക. ഇനി കാനൽ അദീബ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ വറാവ് ഫിക്രത്ത് തഅസീസ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചിന്ത ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വന്ന തല ആരുടേതാണ്? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ്റെതാണ്. അതേപോലെ മുസ്തഷാർ അവൽ സെക്രട്ടറി, അതേപോലെ ആദ്യത്തെ അഡ്വൈസറും ആദ്യത്തെ സെക്രട്ടറിമാരായിരുന്നു മീഖായിൽ നുഐമി ആയിരുന്നു. പ്രസിഡന്റ് ആരാണ്? ജിബ്രാനാണ്. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മീഖായിൽ നുഐമി ആയിരുന്നു. الحقيقة أنه لولا وجود هؤلاء الثلاثة جبران خليل جبران إيليا أبو مالي ميخائيل نويمة في رابطة ما كان الرابطة شيء من أصل البيت. അതൊന്നുമില്ല, ഇവര് 3 പേരും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഘടന ഉണ്ടാവൂല എന്നാണ് പറയുന്നത്. അതായത് അത്രയും പ്രധാനപ്പെട്ട ആളാണ് ആരൊക്കെ? ജിബ്രാനും ഈലിയ അബുമാലി മീഖായിൽ നൊയ്മി റാബിത്തത്തുൽ കലമയുടെ. കേട്ടോ, അത് ഇമ്പോർട്ടന്റ് അല്ല, അതൊക്കെ നിങ്ങൾ വിട്ടേക്ക്. ഇമ്പോർട്ടന്റ് മീൻസ് ആ പേരെന്നല്ല, ആ പാരഗ്രാഫ്, ആ 3 വരിയൊന്നും നിങ്ങൾ വായിച്ചിരിക്കൊന്നും വേണ്ട. ഇതില് പഠിക്കാനുള്ളത് ഖലീൽ ജിബ്രാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ റാബിത്തുൽ കലമി ഓർമ്മ വരും. മുസ്തഷാർ അഡ്വൈസറും അവൽ സെക്രട്ടറി ആദ്യത്തെ സെക്രട്ടറി മീഖായിൽ നുഐമി ആയിരുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി തറഅസഹ നമ്മൾ പറഞ്ഞു, ജിബ്രാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഇനി അമീനുഹൽ സുന്ദൂഖ്. അമീനുഹൽ സുന്ദൂഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ട്രഷറർ അല്ലെ, വില്യം കാത്തസ് ഫെലീസ്. വില്യം കാത്തസ് ഫെലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റരുത്, റാബിത്തത്തുൽ കലമിയിലെ ട്രഷറർ ആണെന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. വില്യം കാത്തസ് ഫെലീസ്. ഇങ്ങനെ ചോദിക്കാം, ലൈസമിൻ അളായി റാബിത്തത്തുൽ കലമിയ എന്ന് കൊടുത്തിട്ട് വില്യം കാത്തസ് ഫെലീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വില്യം കാത്തസ് ഫെലീസ് അയാള് നമ്മൾ കേട്ട് പരിചയമില്ല എന്ന് ഓർത്തിട്ട് ആൻസർ കൊടുക്കരുത് കേട്ടോ. റാബിത്തത്തുൽ കലമിയുടെ ആരാണ്? ട്രഷറർ ആണ്. റാബിത്തത്തുൽ കലമിയുടെ ട്രഷറർ ആണ് വില്യം കാത്തസ് ഫെലീസ്, ഓർമ്മ വേണം കേട്ടോ. അതേപോലെ തന്നെ യാമലു തഹ്ത ലിവായ സബഅത്ത് ആഖിറൂൻ യുരിഫുൻ. അതേപോലെ അത് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ഈ റാബിത്തത്തുൽ കലമിയുടെ കീഴിൽ ആ സംഘടനയുടെ 7 പേര് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ എന്താ പറയാ, സംഘടനയുടെ കുറെ നേതൃത്വം വഹിക്കുന്ന 7 പേരുണ്ട്. അവര് ഉമ്മാലിങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, പക്ഷെ 7 പേര് ആരൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം. കാരണം ലൈസ നേരത്തെ ചോദിച്ച പോലെ ചോദിക്കാം. നദ്രത്ത് ഹദ്ദാദ് ഉണ്ട്, അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഉണ്ട്, നസീബ് അരീല ഉണ്ട്, റഷീദ് അയ്യൂബ് ഉണ്ട്, ഈലിയ അബൂമാലി ഉണ്ട്, വദീ ബാഹൂത്ത് ഉണ്ട്, ഇലിയാസ് അത്താവുല്ല ഉണ്ട്. അതിന് പുറമെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഉണ്ട്, മീഖായിൽ നുഐമി ഉണ്ട്, വില്യം കാത്തസ് ഫെലീസ് ഉണ്ട്. പഠിച്ചു നോക്കണം കേട്ടോ. നദ്രത്ത് ഹദ്ദാദ്, അബ്ദുൽ മസീഹ് ഹദ്ദാദ്, 2 ഹദ്ദാദിങ്ങളും എവിടെയാണ്? റാബിത്തത്തുൽ കലമിയിലാണ്. നസീബ് അരീലയുണ്ട്, റഷീദ് അയ്യൂബ് ഉണ്ട്, ഇലിയ അബുമാലി ഉണ്ട്, വദീ ബാഹൂത്ത് ഉണ്ട്, ഇലിയാസ് അത്താവുല്ല ഉണ്ട്. അപ്പൊ വദീ ബാഹൂത്തും ഇലിയാസ് അത്താവുല്ല നമ്മൾ കേട്ട് പരിചയമില്ലാത്ത പേരാണ്. പക്ഷെ തെറ്റിക്കരുത്, ഇവരൊക്കെ റാബിത്തത്തുൽ കലമിയിലെ ആൾക്കാരാണ്, പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ലൈസ വന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാം. പിന്നെ 11 വർഷത്തോളം അത് ചോദിക്കൊന്നുമില്ല. ഇസ്തമറ നഷാത്ത് റാബിത്ത അൽ അദബിയ 11 സന, 11 വർഷത്തോളം അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഇല്ല മഹല്ലത്ത് ബായത് വഫാത്ത് ജിബ്രാൻ 1931 ജിബ്രാന്റെ മരണശേഷം അത് അങ്ങനെ സ്തംഭിച്ചു പോകുന്നുണ്ട്. എന്താ ഇതിനുണ്ട്? കുറെ പേര് മരിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ അംഗങ്ങളൊക്കെ സംഘടനയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ജിബ്രാന്റെ മരണശേഷം. കുറെ പേര് നാട്ടിലേക്ക്, മീഖായിൽ നുഐമിയെ പോലുള്ള ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സംഘടന അവിടെ സ്തംഭിച്ചു നിന്നു. അപ്പോ റാബിത്തത്തുൽ കലമിയുടെ ആൾക്കാരെ പഠിക്കുക, വർഷം പഠിക്കുക, വേറെ ഒന്നും നിങ്ങൾ പഠിക്കാനില്ല. വില്യം കാത്തസ് ഫെലീസ് റാബിത്തത്തുൽ കലമിയുടെ ട്രഷറർ ആണെന്നും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് മദ്രസത്ത് ദീവാനാണ്. 1921 മദ്രസത്ത് ദീവാന്റെ വർഷം. റാബിത്തത്തുൽ കലമിയ 20 മദ്രസത്ത് ദീവാൻ 21 ഒക്കെ 1900 വരുന്നോണ്ട് 1921, 1920, 1932, അങ്ങനെ ഒന്നും പഠിച്ചു വെക്കണ്ട. ആ 19 നിങ്ങൾ ഒഴിവാക്കിയേക്ക്. റാബിത്തത്തുൽ കലമി 20 മദ്രസത്ത് ദീവാൻ 21. ഇതിന് 3 ആൾക്കാർ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട 3 ആൾക്കാർ. ഈ 3 ആൾക്കാർ മാത്രമേ സംഘടനയിൽ ഉണ്ടായിട്ടുള്ളൂ. 2 പേര് തമ്മിൽ തല്ലുണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അവസാനം ഒരാൾ മാത്രമായിട്ട് മരണം വരെ സംഘടന കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട്. മദ്രസത്ത് ദീവാന്റെ ആളായിങ്ങൾ ആരൊക്കെയാണ്? അബ്ബാസ് മഹ്മൂദ് അക്കാദ്, ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസിനി, അബ്ദുൾ റഹ്മാൻ ശുക്രി. ഇവർ 3 പേരും കൂടിയിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത് കേട്ടോ. അതുലഖ ഹാദിഹിൽ ഇസ്മ നിസ്ബത്തുൻ ഇലൽ കിതാബ് അൻ നഖദി അദ്ദീവാൻ ഫിൽ അദബ്.
الديوان في الأدب والنقد الذي أصدره അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി. ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനിയും അക്കാദും കൂടി ഉണ്ടാക്കുന്ന ഒരു നഖദിയായ പുസ്തകമുണ്ട്. ഏതാണ്? അദ്ദീവാൻ ഫിൽ അദബി വന്നഖദി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ആ പുസ്തകം റിലേറ്റഡ് ആയിട്ടാണ് ഇവര് ഈ സംഘടനക്ക് ദീവാൻ എന്ന പേര് കൊടുക്കാൻ കാരണം. സുമ്മ ഷാറഖുമാ ഫി തഅസീസി ഹാദിഹിൽ ജമാഅ അബ്ദുറഹ്മാൻ ശുക്രി. പിന്നീട് ഈ സംഘടനയിലേക്ക്, അതായത് പുസ്തകം ഉണ്ടാക്കുമ്പോൾ ആരുണ്ടായിട്ടില്ല? ശുക്രി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ കിതാബു ദീവാൻ, ഇവിടെ ശ്രദ്ധിക്കണം, കിതാബു ദീവാൻ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുകയും അതിന്റെ ഓണർ ആരാന്ന് ചോദിക്കുകയും ചെയ്തതിനാൽ കിതാബു ദീവാൻ, അതിൽ ആരില്ല? ശുക്രി ഇല്ല. ശുക്രി ഉള്ളത് ഏതിലാണ്? മദ്രസത്തു ദീവാന്റെ സമയത്താണ്. അതായത് ദീവാൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്ന സമയത്താണ് ശുക്രി ഉള്ളത്. കിതാബ് ഉണ്ടാക്കുമ്പോൾ ശുക്രി ഇല്ല കേട്ടോ. ശുക്രി മാസിനും ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചതാണ്, ബി എഡ് ട്രെയിനിങ് കോളേജ് എന്തോ, അവിടെ നിന്നാണ് ഇവർ പരിചയമാകുന്നത്. അങ്ങനെയാണ് ഈ സംഘടനയിലേക്ക് വരുന്നതൊക്കെ. പിന്നെ ദീവാൻ കിതാബുൻ മജ്മുഅ മഖാലാത്തു നഖദിയ ബസ്സത്ത് റൂഹൻ ജദീദ ഫി ഷെയറിൽ അറബി. ഒന്നുമില്ല, നഖദിയായ പുസ്തകമാണ്. പുതിയൊരു നവോത്ഥാനം അല്ലെങ്കിൽ എന്താ പറയാ, പുതുജീവൻ കൊണ്ടുവന്ന ഒരു പുസ്തകമാണെന്നൊക്കെ പറയുന്നു. ഒന്നും ഇമ്പോർട്ടന്റ് ഇല്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു PYQ ആണ് അറാള് മദ്രസത്തു ദീവാൻ. ദീവാൻ എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം എന്തായിരുന്നു? അൽ ജമഉ ബൈന സഖാഫത്തുൽ അറബിയ വൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് അറബി സംസ്കാരത്തെ ഒന്നിപ്പിക്കുക. കാരണം ഇവര് 3 പേരും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അഗ്രഗണ്യരായിരുന്നു അല്ലെ. അത്രയും കഴിവുള്ള ആൾക്കാരായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇവർ 3 പേരും. അതെ, മസിനിയും ശുക്രിയൊക്കെ എഴുതിയ പുസ്തകങ്ങൾക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങൾക്കൊന്നും കയ്യും കണക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ അവരുടെ ഉദ്ദേശം തന്നെ ഈ ഒരു ഓരോ സംഘടനകൾക്കും ഓരോ ലക്ഷ്യം ഉണ്ടായിരുന്നു അല്ലെ. എന്താണ് റാബിത്തത്തുൽ കലിമയുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞു ഹുബ്ബുൽ വത്തന്, അതായത് അതറിയിക്കുക. അതേപോലെ അവരവിടെ ഉണ്ടായിരുന്ന കുറെ പ്രശ്നങ്ങളും അവരുടെ ഫീലിങ്സും ഒക്കെ അറിയിക്കാനായിരുന്നു റാബിത്തത്തുൽ കലിമ എന്ന് പറയുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് അല്ലെ. മദ്രസത്ത് ദീവാനായപ്പോ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അൽ ജംഉ ബൈന സഖാഫത്തുൽ അറബിയ വൽ ഇൻജിലീസിയ, പിന്നെ ഇംഗ്ലീഷ് അറബി സംസ്കാരങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ, ഇടകലർത്തി ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്, അതായിരുന്നു ഉദ്ദേശം. പിന്നെ اعتزل الشقري من الديوان ثم المازني وبقي الأكاد وحده إلى أن مات سنة 1964. 1964 അക്കാദ് മരിക്കുന്നത് ഒരു ഒറ്റക്ക് അക്കാദ് കൊണ്ടുവന്ന് ബാക്കി 2 ആളും അടി ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ അടി ഉണ്ടാക്കിയ കാരണങ്ങളൊക്കെ. ഒരാളുടെ പുസ്തകം എന്താ പറഞ്ഞേ, ശുക്രി കുറെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞ മാസിനി ഇടിയുണ്ടാക്കി കുറെ തെളിവൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ശുക്രിക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി. ശുക്രി എന്ത് ചെയ്തു? എഴുതിയ എല്ലാ പുസ്തകങ്ങളും കത്തിച്ചു അല്ലെ. കുറെ വിഷാദരവൊക്കെ ആയി. രാജ്യത്തിലുള്ള ഭരണാധികാരികൾക്കെതിരെ അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശുക്രിയുടെ പുസ്തകങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. അദ്ദേഹം അപ്പൊ തന്നെ മൂപ്പരോ ഉണ്ടായ സമയത്ത് തന്നെ ഒക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ അടിയുണ്ടായിട്ട് ആദ്യം ശുക്രി പോവും, അതിന്റെ ബാക്കിൽ നിന്ന് മാസിനി ഇറങ്ങിപ്പോവും, അവസാനം അക്കാദ് എന്ത് ചെയ്യും? ഒറ്റക്ക്. കാരണം നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടോ അല്ലെ, നമ്മൾ അതിന് അത്രത്തോളം കൊണ്ടു നടക്കും. നമ്മൾ എത്രത്തോളം അതിനെ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം നമ്മൾ അതിനെ കൊണ്ടു നടക്കും. അത് എന്ത് എഫേർട്ട്, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൊണ്ടുപോകും. അപ്പൊ അക്കാദ് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത്രയും ഇടങ്ങാറായിട്ടുണ്ടാവും ആ ഒരു സംഘടനക്ക് വേണ്ടിയിട്ട് അല്ലെ. അതുകൊണ്ട് അക്കാദ് മരണം വരെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോളോല് വിളിച്ചിട്ട് വരെ പോവാതെ, മജലത്ത് അപ്പോളോ ഒക്കെ വിളിച്ചിട്ടുണ്ട് അക്കാദിനെ, ഇവരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ പോയിട്ടില്ല. അവിടെ നിന്ന് പോവാതെ ഈ മദ്രസ ദീവാൻ എന്നെ കൊണ്ടുനടന്നു മരണം വരെ എന്ത് ചെയ്തിട്ടുണ്ട്? അക്കാദ് അതിനെ കൊണ്ടു നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ദീവാൻ അവസാനിക്കുന്നത് എന്നാണ്? 64-ലാണ്. എന്നാ തുടങ്ങിയത്? 1921-ലാണ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ ചോദിക്കും, അതിൽ ഇമ്പോർട്ടന്റ് അബ്ബാസ് മഹ്മൂദ് അക്കാദ് ഈ 3 പേരിൽ ഒരാളാണ്. അദ്ദേഹം ആകെ നിങ്ങൾ ചിന്തിക്കേണ്ടത് മിസറിലാണ് ജനനം. പിന്നെ മുഅല്ലഫാത്തുകള് അദ്ദേഹത്തിൻ്റെത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആബിറു സെബീൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഓപ്ഷൻസിലൊക്കെ വരാറുണ്ട്. ആബിറു സെബീൽ ഇമ്പോർട്ടന്റ് ആണ്. ആബിറു സെരീർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആരുടെ എന്ന് പറയാൻ പറ്റുമോ? ആബിറു സെരീർ നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഇപ്പൊ സെബീൽ കണ്ടപ്പോ ഒരു ഓർമ്മയിൽ ചോദിച്ചതാ. ആബിറു സെബീൽ ഉണ്ട്, ആബിറു സെരീർ ഉണ്ട്. ചിലപ്പോ ഓപ്ഷൻസിൽ വന്നതിനെ തെറ്റിപ്പോയത് കേട്ടോ. നമ്മുടെ അഹ്ലാ മുസ്തഫാനിയുടെ പുസ്തകമാണ് ആബിറു സെരീർ കേട്ടോ.
നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചത് അഹ്ലാം എന്ന് പറഞ്ഞ സ്വപ്ന ഹുൽമ്. അപ്പൊ സെരീർ കട്ടില്, അപ്പൊ കട്ടില് കിടക്കുമ്പോ നമ്മൾ സ്വപ്നം കാണുക, അപ്പൊ തെറ്റൂല. പക്ഷെ സെബീൽ ആരുടേതാണ്? അക്കാദിൻ്റെതാണ്. അതേപോലെ യഖ്ലത്ത് സബ, വഹിയുൽ അർബഈൻ അൽ ഇശ്രീൻ, അബ്ഖരിയത്തുൽ ഇമാം, പിന്നെ സാറ, ഹദിയത്തുൽ കർവാൻ, ആലമ സുദൂദ് വൽ ഖുയൂദ്, അൽ ഹുക്കുമുൽ മുത്ലഖ് ഫിൽ കർണി, അതാട്ടോ സോറി, വഹിയുൽ അർബഈൻ വേറെ, അൽ ഹുക്കുമുൽ മുത്ലഖ് ഫിൽ കർണിൽ ഇശ്രീൻ എന്ന് പറയുന്ന പുസ്തകം വേറെ. ഇത് അൽ ഹുക്കുമുൽ മുത്ലഖ് ഫിൽ കർണിൽ ഇശ്രീൻ അക്കാദിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവണ, ജയിലിലേക്ക് അടക്കണ, അതായത് ബ്രിട്ടന്റെ അധിനിവേശത്തിനെതിരെയും ബ്രിട്ടനെതിരെയൊക്കെ എഴുതുന്ന പുസ്തകമാണ്. അപ്പോ അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലേക്ക് അടക്കപ്പെടുന്നുണ്ട്. അൽ ഹുക്കുമുൽ മുത്ലഖ് ഫിൽ ഖർണിൽ ഇശ്രീൻ, പിന്നെ സാദ് സാലൂൺ. ഇതൊക്കെ അക്കാദിന്റെ ഇമ്പോർട്ടന്റ് ആയ പുസ്തകങ്ങളാട്ടോ. പുസ്തകങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കണേ. അക്കാദ് ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയാണ്. ഒന്നാമത് നാക്കിദീങ്ങളിൽ പെട്ടതാണ്, രണ്ടാമത് മദ്രസത്ത് ദീവാനായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അത് ഓർത്തു വെക്കുക. പിന്നെ മാസിനി, ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി, അദ്ദേഹത്തെ കുറിച്ച് ഒന്നുമില്ല. എന്താ ആകെയുള്ളത്? കൈറോയിലാണ് ജനനം, വർഷമൊന്നും നിങ്ങൾ പഠിക്കണ്ട. പിന്നെ 2 ജരീദകൾ, സിയാസ വൽ ബലാ, ഈ 2 ജരീദകളും മാസിനിയായിട്ട് റിലേറ്റഡ് ആണ്. ഓർത്തു വെക്ക, സിയാസ ബലാ മാസിനി, ഇത്ര പഠിച്ചാൽ മതി. മാസിനി, കൈറോ, സിയാസ വൽ ബലാ, അതാ പഠിക്കാനുള്ള കേട്ടോ. മാസിനെ കുറിച്ച് പഠിക്കാനുള്ളത് മാസിനി, മദ്രസത്ത് ദീവാൻ, കൈറോ, സിയാസ വൽ ബലാ, ഇത്ര പഠിക്കാനുള്ളേ. മുഅല്ലഫാത്തുകള് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഖബ്ലുർ റീഹ ഇബ്രാഹിം അൽ കാത്തിബ്, ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ഹസാദുൽ ഹഷീം, ഇതും ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസിലൊക്കെ കാണാറുണ്ട് കേട്ടോ. വേറെ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ദീവാൻ മാസിനി, കിസ്സ ഹയാത്ത്, ഹസാദുൽ ഹഷീം, ഖബ്ലുർ റീഹ്, ഇബ്രാഹിം അൽ കാത്തിബ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയതും കണ്ടത് ഇബ്രാഹിം അൽ കാത്തിബ് ആണ്. അതൊന്ന് മാസിനിയുടേതാണെന്ന് ഓർത്തു വെക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നില്ലെങ്കിലും ഈ സാധനം ഓപ്ഷൻസിൽ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ശുക്രി. ശുക്രി ബൂർ സായിദ് മിസറിലാണ് ജനനം, ചോദിക്കൂല. ഞാൻ പറഞ്ഞ പോലെ പുസ്തക കത്തിച്ചുകൊണ്ട് ഒന്നുമില്ല പഠിക്കാൻ. ലൗൽ ഫജ്ർ ഉണ്ട്, സഹ്റുർ റബി ഉണ്ട്, ഈ 2 ദീവാനികളെ നോക്കാനുള്ളൂ. ചോദിക്കൂല കേട്ടോ ഇൻഷാ അല്ലാഹ്. ശുക്രി ഒന്നും ചോദിക്കൂല. ചോദിക്കണമെങ്കിൽ മദ്രസത്ത് ദീവാന്റെ ആളാഗ് അല്ലെങ്കിൽ ആരാണ് മുഅസ്സിസ് എന്ന ക്വസ്റ്റ്യനിൽ മാത്രമേ ശുക്രിയൊക്കെ വരുള്ളൂ. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല. ഇനി ജമാഅത്ത് അപ്പോളോ. ജമാഅത്ത് അപ്പോളോയുടെ പ്രധാനപ്പെട്ട 3 ആൾക്കാരാണ് അഹമ്മദ് അക്കി അബൂഷാദി, അഹമ്മദ് ഷൗക്കി, ഖലീൽ മിത്രാൻ. ഇതിൽ ഇമ്പോർട്ടന്റ് വർഷമാണ് 1932 അപ്പൊ റാബിത്തുൽ കലമിയ 20, മദ്രസത്ത് ദീവാൻ 21, പിന്നെ ജമാഅത്ത് അപ്പോളോ 32. ഓർത്തു വെക്ക, റാബിത്തുൽ കലമിയ 20, ഇതെങ്ങാനും തെറ്റിച്ചിട്ട് വന്നാലുണ്ടല്ലോ, റാബിത്തുൽ കലമിയ 20, മദ്രസത്ത് ദീവാൻ 21, അപ്പോളോ 32. 1 വർഷങ്ങൾ പ്രതീക്ഷിച്ചോട്ടോ. മാത്സ് ഫോളോയിങ് വന്നതിന് 4 വർഷം ചോദിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്, റാബിത്തുൽ കലമിയ 20, മദ്രസത്ത് ദീവാൻ 21, അപ്പോളോ 32. തെറ്റിക്കരുത് കേട്ടോ. ഇനി അപ്പോളോ എന്ന് പറയുന്നത്, അപ്പോളോ എന്ന് കേൾക്കുമ്പോ തന്നെ മഹജറിലേക്ക് ഒന്നും പോണ്ട. കാരണം ആരാണ്? അഹമ്മദ് അക്കി അബൂഷാദിയും മുഹമ്മദ് ഷൗക്കിയും ഖലീൽ മിത്രാനൊക്കെയാണ് ഇതിന്റെ ആൾക്കാര്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കണം, ഈ സംഘടനകളൊക്കെ റൊമാൻറ്റിസം എന്ന് പറയുന്ന ഒരു ശൈലി, ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നവരാന്ന് ഓർക്കണം കേട്ടോ. അതിനൊരു മാറ്റവും ഇല്ല. ഇനി ഈ റൊമാൻസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അക്കാദ്, മാസിനി, ശുക്രി ഇംഗ്ലീഷിൽ നിന്നാണ്, ഇഞ്ചിലീസിയാണ്. പക്ഷെ ഖലീൽ മിത്രാൻ എടുക്കുന്നത് ഫ്രഞ്ചിൽ നിന്നാണ്. ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം, കാരണം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. PYക്ക് ചോദിച്ചിട്ടുണ്ട്, PSC LP UPയിൽ തന്നെ വന്നതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്. നമുക്ക് എക്സാമിന് വരുന്ന 4 സംഘടനകളും റൊമാൻസിയ എന്ന് പറയുന്ന ട്രെൻഡിനെ ഉൾക്കൊണ്ടിട്ട്, ആ ശൈലിയെ ഉൾക്കൊണ്ടിട്ട് രചനകൾ കൊണ്ടുവന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റൊമാൻറ്റിസം തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ഫ്രഞ്ച് സാഹിത്യത്തിൽ നിന്ന് എടുത്തതും മറ്റേത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് എടുത്തതും. മാസിനി, അക്കാദ്, ശുക്രി, ഇവരുടെ മദ്രസത്തു ദീവാൻ തന്നെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, സഖാഫത്തുൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് സംസ്കാരമാണ് അവർ കൊണ്ടുവരാൻ നോക്കിയത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സംഘടനയില് അല്ലെങ്കിൽ ആ മദ്രസത്തു ദീവാനില് എന്താണ് വന്നിട്ടുള്ളത്? റൊമാൻസിയ അൽ ഇൻജിലീസിയ കേട്ടോ. തെറ്റും, ക്വസ്റ്റ്യനിൽ ഫറൻസിയാന്നും തുർക്കിയാന്നും ഒക്കെ കാണും. റൊമാൻസിയ അൽ ഇൻജിലീസിയാണ് മദ്രസത്തു ദീവാൻ. എന്നാൽ ജമാഅത്ത് അപ്പോളോയിൽ എത്തുമ്പോ ഇൻജിലീസിയ അല്ല, ഫറൻസിയ, ഫ്രഞ്ച് സാഹിത്യത്തിലെ റൊമാൻറ്റിസ് ആണ് ഖലീൽ മിത്രാൻ എന്ത് ചെയ്തത്, ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം കേട്ടോ.
അപ്പോളോ വർഷം നോക്കുക. ഇനി അസ്സസ ജാമിയത്ത് അപ്പോളോ അഹമ്മദ് സക്കി അബൂഷാദി സന അൽഫുൻ തിസുമിയ വൈസ്ന സലാസീൻ 1932 അഹമ്മദ് സക്കി അബൂഷാദിയാണ്. എന്റെ പുന്നാര മക്കളെ, ജമാഅത്ത് അപ്പോളോ ആരാ പിന്നെ മുഅസ്സിസ് എന്ന് ചോദിച്ചാൽ അഹമ്മദ് ഷൗക്കിക്കും ഖലീൽ മിത്രാനൊന്നും കൊടുക്കരുത് കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് പരിചയക്കുറവുള്ള ആരാണ് ഇതിന്റെ മുഅസ്സിസ്? അഹമ്മദ് സക്കി അബൂഷാദിയാണ്. അബൂഷാദിയാണ് ഏതിന്റെ മുഅസ്സിസ്? അപ്പോളോടെ മുഅസ്സിസ് ട്ടോ, മാറിപ്പോരുതേ. ഇനി തഅസ്സറത്ത് ബിൽ മദാഹിബ് ശഅരിയ അൽ അറബിയ ഖാസത്തൽ മദ്ഹബ് റൊമാൻസി, നമ്മൾ പറഞ്ഞു റൊമാൻറ്റിസ് ആണെന്ന് പറഞ്ഞു. ഇസ്മുൻ ഹാദിഹിൽ ഹിർക ബിസ്മി റബ്ബ് ഷിഅരി വൽ മ്യൂസിഖി വൽ അദബി വസ്സിറാ ഇൻദൽ യൂനാൻ. ഗ്രീക്കുകാരുടെ ഒരു ദൈവമാണ് അപ്പോളോ ദേവൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോളോ ദേവൻ? മ്യൂസിക്കിന്റെയും സാഹിത്യത്തിന്റെയും കൃഷിയുടെ ഒക്കെ ആ ഒരു ദൈവത്തിന്റെ പേരിൽ നിന്നാണ്, ആ അപ്പോളോ ദേവന്റെ പേരാണ് ഇവരെന്ത് ചെയ്തത്? സംഘടനക്ക് ഇട്ടത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ അക്കാദിനെ വിളിച്ചിട്ട് അക്കാദ് പറഞ്ഞ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഗ്രീക്ക് ദേവന്റെ പേരല്ലേ ഇട്ടത്, അതുകൊണ്ട് വരുന്നില്ല എന്നൊക്കെയാണ് അക്കാദ് കാരണങ്ങൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്. അപ്പോ പേര് വന്നത് ഞാൻ ചോദിക്കൂല കേട്ടോ, ഇന്ത്യൻ യൂണിയൻ എവിടെ നിന്നാണ് പേര് വന്നതെന്നൊന്നും ചോദിക്കൂല. പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അപ്പോളോനെ കുറിച്ച് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് വർഷം 1932 അഹമ്മദ് കി അബൂഷാദിയാണ്. മജ്ലത്ത് അപ്പോളോ എന്ന് പറയുന്ന ഒരു മാഗസിൻ, അത് പിന്നെ അപ്പോളോ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റൂല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, അപ്പോളോ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്പോളോ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയിട്ട് നമ്മുടെ അഹമ്മദ് ഷൗക്കി 4 ദിവസമേ പിന്നെ ജീവനോടെ ഉണ്ടായിട്ടുള്ളൂ, മരിച്ചു പോകുന്നുണ്ട്. തറഅസൽ ജമാഅത്ത് ഫിൽ ബിദായത്ത് അഹമ്മദ് ഷൗക്കിയാണ് അതിന്റെ ആദ്യത്തിൽ എന്തായിരുന്നത്? റയീസ് ആയിരുന്നത്, പ്രസിഡന്റ് ആയിരുന്നത്. ബാദ ഇഖ്തിയാർ ഷൗക്കി റയീസുൽ ജമിയ ബി അർബഅത്ത് അയ്യാം അന്നഹു മാത കമാ തൂഫിയ ഹാഫിൽ ഇബ്രാഹിം ഖബല ബിഖലീൽ. അതായത് നമുക്കറിയാം അഹമ്മദ് ഷൗക്കിയും ഹാഫിൽ ഇബ്രാഹിം 1932 മരിക്കുന്നത്. രണ്ടുപേരും തൊട്ടടുത്താണ് മരിക്കുന്നത്. ആദ്യം ഹാഫിൽ ഇബ്രാഹിമും, അത് കഴിഞ്ഞിട്ട് അഹമ്മദ് ഷൗക്കിയാണ് ആ വർഷം മരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനയിലും ആരില്ല? ഹാഫിൽ ഇബ്രാഹിം ഇല്ല. ഒരു സംഘടനയിലും ആരില്ല? ഹാഫിൽ ഇബ്രാഹിം ഇല്ല. ഒരു നെറ്റിന് PYQ ചോദിച്ചിട്ടുണ്ട്, ഹാഫിൽ ഒരു സംഘടനയിലും ഇല്ലാത്ത അദീബ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ വരുന്നത് ഹാഫിൽ ഇബ്രാഹിം ആട്ടോ. അപ്പൊ 4 ദിവസത്തിന് ശേഷം അഹമ്മദ് ഷൗക്കി മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ അഹമ്മദ് ഷൗക്കി റയീസായിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ പിന്നെ കാന ഖലീൽ മിത്രാൻ അഹമ്മദ് മുഹറം നായിബേനി റയീസ്. വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? ഖലീൽ മിത്രാനാണ്, പിന്നെ അഹമ്മദ് മുഹറം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അഹമ്മദ് സക്കി അബൂഷാദി ഉണ്ടാക്കിയ ആള് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. പിന്നെ ഫസാറ ഖലീൽ മിത്രാൻ റയീസു സാനി സുമ അഹമ്മദ് സക്കി അബൂഷാദി. അപ്പൊ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഏതാണ്? 1932 അഹമ്മദ് സക്കി അബൂഷാദിയാണ് അപ്പോളോ ഉണ്ടാക്കുന്നത്. പിന്നെ റൊമാൻസിയാണ് അതിന്റെ ആ ട്രെൻഡ് വരുന്നത്, അതും ഫ്രഞ്ച് സാഹിത്യമാണെന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ തുടക്കത്തില് റയീസ് ആയിരുന്നത് അഹമ്മദ് ഷൗക്കിയാണ്. അഹമ്മദ് ഷൗക്കി 4 ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ഇതാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിനുശേഷം ഖലീൽ മിത്രാനായിരുന്നു. പിന്നെ മൂന്നാമതാണ് ആര് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്? ഇത് ഉണ്ടാക്കിയ ആള് അഹമ്മദ് സക്കി അബൂഷാദി മൂന്നാമതാണ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അഹമ്മദ് ഷൗക്കിയാണ്. രണ്ടാമത് ഖലീൽ മിത്രാനാണ്. മൂന്നാമത് അഹമ്മദ് സക്കി അബൂഷാദിയാണ്. കേട്ടല്ലോ. ഇനി റാബിത്തത്തുൽ കലിമയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജിബ്രാൻ ഖലീൽ ജിബ്രാനാണ്. മരണം വരെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആയിരുന്നു. മരണത്തോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. റാബിത്തത്തുൽ കലിമയെ നിന്ന് പോയിട്ടുണ്ട്. മദ്രസത്തു ദീവാനിലെ പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര്, ട്രഷറർ ആരെന്ന് പറയുന്നില്ല. കാരണം ആകെ 3 പേരെ ഉണ്ടായിട്ടുള്ളൂ. 2 പേര് അടി കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, അക്കാദ് മാത്രം ബാക്കിയാവുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് അസ്വത്തുൽ ഉന്ദുലുസിയാണ്. 32 വർഷം ഉണ്ടാക്കിയത് അഹമ്മദ് സക്കി അബൂഷാദിയാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അഹമ്മദ് ഷൗക്കിയാണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ഖലീൽ മിത്രാനാണ്. മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് അഹമ്മദ് സക്കി അബൂഷാദി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നോക്ക് എടാ, ഇവിടെ എനിക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ. തഅസ്സറത്ത് ജമാഅത്ത് അപ്പോളോ ബി സഖാഫത്തുൽ ഇൻജിലീസിയ. കാരണം ഇൻജിലീസിയ എന്നുള്ളത് എനിക്കൊരു സഖാഫത്തുൽ ഇൻജിലീസിയ അല്ലേ, സോറി,
ഞാൻ റൊമാൻസിയ എന്ന് ഓർത്തുപോയി, സോറി കേട്ടോ. സഖാഫത്തുൽ ഇൻജിലീസിയ, അതായത് മദ്രസത്തു ദീവാൻ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. മദ്രസത്തു ദീവാനെ സ്വാധീനിച്ചത് സഖാഫത്തുൽ ഇൻജിലീസിയാണ്, ഇംഗ്ലീഷ് സംസ്കാരമാണ്. ഇവിടെയും ഓർത്തുവെക്ക, ജമാഅത്ത് അപ്പോളോയും സ്വാധീനിക്കുന്നത് ഇംഗ്ലീഷ് സംസ്കാരത്തെയാണ്. പക്ഷെ ട്രെൻഡ് കൊണ്ടുവരുന്നത് റൊമാൻസിയ ഇൻജിലീസിയ അല്ല കേട്ടോ, അത് മദ്രസത്ത് ദീവാൻകാരാണേ. ഇവിടെ ഈ ചോദ്യം സക്കാഫത്തുൽ ഇൻജിലീസിയ എന്നുള്ള ചോദ്യം ഇതിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ മദ്രസത്ത് ദീവാനും ജമാഅത്ത് അപ്പോളവും സക്കാഫത്തുൽ സംസ്കാരം സക്കാഫത്തുൽ ഇൻജിലീസിയെ കൊണ്ടുവന്നവരാണ്. മദ്രസത്ത് ദീവാൻ റൊമാൻസിയ ഇൻജിലീസിയാണ്. പക്ഷെ മജ്ലത്ത് അപ്പോളോ എന്താണ്, റൊമാൻസിയ ഫറൻസിയാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇസ്തമറത്ത് ജമാഅത്ത് അപ്പോൾ ഈ മുദ്ദത്ത് സലാസം 3 വർഷം കൊണ്ട് ഇത് 3 വർഷമൊക്കെ ഉള്ളൂ, പിന്നെ നിന്ന് പോകുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. പ്രധാനപ്പെട്ട ആൾക്കാർ നിങ്ങൾ നോക്കി വെച്ചോ. അഹമ്മദ് ഷോക്കി, ഖലീൽ മിത്രാൻ, അഹമ്മദ് മുഹറം, അഹമ്മദ് ദക്കി അബൂഷാദി, അബുൽ ഖാസിം അഷാബി, അലി മഹ്മൂദ് താഹ, മഹ്മൂദ് അബുൽ വഫ, ഇബ്രാഹിം അന്നാജി, ഹസൻ കാമിൽ, അഹമ്മദ് റാമി, സ്വാലിഹ് ജൂദച്ച്, മഹ്മൂദ് ഹസൻ. ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ. സംഘടനകൾ പഠിക്കുമ്പോൾ ആൾക്കാരെ പഠിക്കാതെ പോകരുത് കേട്ടോ. ലൈസ ഒന്ന് നേരത്തെ കണ്ടല്ലോ, അതേപോലെ ചോദ്യം വരും. ഇനി അഹമ്മദ് ദക്കി അബൂഷാദി മാത്രം നമുക്ക് നോക്കാം. ബാക്കിയുള്ളവരെ നിങ്ങൾ എവിടേക്കോ പഠിച്ചു പോയവരാണ്. നമുക്ക് സിലബസിലുണ്ട് പഠിക്കാൻ. അതായത് പിന്നെ അഹമ്മദ് ഷോക്കി ഉണ്ട്, ഖലീൽ മിത്രാൻ ഉണ്ട്, ഇവരൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് അതൊന്നുമില്ല. അഹമ്മദ് ദക്കി അബൂഷാദിനെ കുറിച്ച് ആകെ നോക്കാനുള്ളത് കൈറോയിലാണ് ജനനം. അദ്ദേഹത്തിന്റെ ദീവാന അൻദാഉൽ ഫജർ ആണ്. അതേപോലെ കലായ അഷീർ അൽ മാസിർ, ഓപ്ഷൻസിലെങ്കിലും വരും, ഇമ്പോർട്ടന്റ് ആണ്. പത്തുറത്താനി മിൻ നസ്രി വന്നളം ദനോബിയ മലിക്കുത്തി തദ്ദമ്മർ, അത് ഞാൻ ഒരു വൈക്ക് പോണല്ലേ എന്ന് ഓർത്തിട്ട് 2 കൊടുത്തതാണ്. കലായ ഷീർ വൽ മാസിർ മാത്രം ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കാട്ടോ. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LP, ബാക്കി ഇമ്പോർട്ടന്റ് അല്ലാന്നല്ല, LP UP എക്സാമിന് ചോദിച്ചാലായി എന്ന് പറയുന്നത് മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കണം മക്കളെ. അഹമ്മദ് അബൂഷാദി ആസ്പത്രിയിൽ പിന്നെ അപ്പോളോടെ ആളാണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി, അതായത് മുഅസ്സിസ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇമ്പോർട്ടന്റ് ഉള്ളതാണ് മഹ്ജറിൽ നമ്മൾ നേരത്തെ റാബിത്തുൽ കലമിയ പറഞ്ഞു 1920. അതേപോലെ നമ്മൾ പറഞ്ഞല്ലോ 2 സ്ഥലത്തേക്ക്, ബ്രസീലിലേക്കും അർജന്റീനയിലേക്കും കുറച്ച് പേര് പോയി എന്ന് പറഞ്ഞില്ലേ. ആ ടീമുകൾ ഉണ്ടാക്കിയ സംഘടനയാണ് അസ്ബത്തുൽ അന്ദലുസിയ, അല്ലെങ്കിൽ അലോസ്ബത്തുൽ അന്ദലുസിയ. അതിന്റെ വർഷം 1932 ആണെന്നും ചില ഉമ്മഹാത്തുൽ കുത്തുബുകളിൽ 1933 ആണെന്നും പറയുന്നുണ്ട്. 1932 ആണെന്നും 33 ആണെന്നും പറയുന്നുണ്ട്. ഈ 2 ഓപ്ഷനും കൂടി ആൻസറിൽ വരാൻ സാധ്യത കുറവാണ്. പക്ഷെ 1932 കാണുകയും അൽ ഉസ്ബത്തുൽ അന്ദലുസിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാല് 32 മറ്റേ മജ്ലത്ത് അപ്പോളോ ആണല്ലോ, ഇതിന് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വേറെ ഡേറ്റ് തെറ്റിക്കരുത് കേട്ടോ. 32 ആണെന്നും 33 ആണെന്നും പറയപ്പെടുന്നുണ്ട്. അൽ മഹ്ജറുൽ ജനൂബി ആട്ടോ, ജനൂബിയാണ് ഓർത്ത് വെക്കുക. അസ്ബത്തുൽ അന്ദലുസിയ ജനൂബി ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? റഷീദ് സലീം അൽ ഖൂരി, മീഷാൽ മാലൂഫ്, യൂസുഫ് അൽ ബായിനി, നെലിയർ സൈത്തൂൻ, ഷെഫീഖ് മാലൂഫ് കേട്ടോ. ഇത്രയും പേരാണ്. ഇത് ഹാദിഹി ജമഅത്ത് അദബിയ തകവനത് ബി അംരീക അൽ ജനൂബിയ സാവ പോളോ 1932 തഹത റിയാസത്ത് മീഷാൽ മാലൂഫ്. മീഷാൽ മാലൂഫിന്റെ നേതൃത്വത്തിൽ സാവാപോള അർജന്റീനയിലെ അതെ, അമേരിക്ക ജനൂബിയ, സാവാപോള അർജന്റീനയിലല്ലേ? അർജന്റീനയിലെ സാവാപോളോയിലാണ് 1932 മീഷാൽ മാലൂഫ്. ആരുടെ നേതൃത്വത്തിലാണ്? മീഷാൽ മാലൂഫ്. പിന്നെ ജമാഅത്ത് അപ്പോളോ അഹമ്മദ് ദക്കി അബൂഷാദി, റാബിത്തുൽ കലമിയ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, മദ്രസത്ത് ദീവാന് 3 ആളും കൂടി. അപ്പോളോ നമ്മൾ ഇപ്പൊ പറഞ്ഞ അപ്പോളോ നമ്മൾ നേരത്തെ പറഞ്ഞു ദക്കി അബൂഷാദിയാണ്. ഉസ്ബത്തുൽ അന്ദലുസി ആരുടേതാണ്? മീഷാൽ മാലൂഫ്. കാന അഷായർ ശുക്രുല്ല അൽജർ സാഹിബ് ഫിക്രത്ത് താസീസ്. പക്ഷെ നമുക്ക് ഇങ്ങനെ സംഘടന ഉണ്ടാക്കിയാലോ എന്നൊക്കെ ആരാ പറഞ്ഞത്? ശുക്രുല്ല അൽജർ ആണ്. അപ്പൊ ശുക്രുല്ല അൽജർ എവിടുത്തെ ആളാണ്? അൽ അസ്ബത്തുൽ അന്ദലുസിയുടെ ആളാണ്. ശുക്രുല്ല അൽജർ എവിടുത്തെ ആളാണ്? അൽ അസ്ബത്തുൽ അന്ദലുസിയുടെ ആളാണ്. ശുക്രുല്ല അൽജർ എവിടുത്തെ ആളാണ്? അൽ അസ്ബത്തുൽ അന്ദലുസിയുടെ ആളാണ്. പിന്നെ
വാസസുഹ മീഷാൽ മാലൂഫ് നമ്മൾ പറഞ്ഞു. അവല് റയീസ്, ആദ്യത്തെ റയീസ് മീഷാൽ മാലൂഫ് ആണ്. പിന്നെ സുമ റഷീദ് സലീം അൽ ഖൂരി, സുമ ഷഫീഖ് മാലൂഫ്. 10 വർഷത്തോളം മീഷാൽ മാലൂഫ് അതിന്റെ റയീസ് ആവുന്നുണ്ട്. അതിനുശേഷം റഷീദ്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, അങ്ങനെ ചോദിക്കാൻ സാധ്യത, ഇതിലെ റയീസിങ്ങൾ ആരൊക്കെയെന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും മീഷാൽ മാലൂഫിനെ ചോദിക്കാം. പിന്നെ റഷീദ് സലീം അൽ ഖൂരിയാണ്, പിന്നെ ഷഫീഖ് മാലൂഫ് ആട്ടോ. ഇതിലെ ഇപ്പുറത്തെ ബ്ലൂവിലുള്ളത് ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ ആൾക്കാരെ നിങ്ങൾ നോക്കി വെച്ചോ. മീഷാൽ അൽ മാലൂഫ്, ദാവൂദ് ഷക്കൂർ, നലീർ സെയ്ത്തൂൻ, യൂസുഫ് അൽ ബായിനി, ജോർജ് ഹസൂൻ മാലൂഫ് കേട്ടോ. ആരൊക്കെയായിരുന്നു? റയീസ് എന്ന പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അമീൻ അൽ സിർ ആയിരുന്നു, അമീൻ അൽ സിർ ഖത്തീബ്. അതൊന്നും ചോദിക്കൂല, ഇങ്ങനെ നോക്കി വെച്ചോട്ടോ, ചോദിക്കൂല. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തിനാണ്? ലെയ്സ വരും. പ്രധാനപ്പെട്ട ആൾക്കാരെ പഠിച്ചു വെക്കണം. എന്തിനാണ്? ലെയ്സ ചോദിക്കും. ആരൊക്കെയാണ്? മീഷാൽ മാലൂഫ് ഉണ്ട്, ഹബീബ് മസൂദ് ഉണ്ട്, അസോദ് ആനിം ഉണ്ട്. മക്കൾ ഈ മദ്രസകൾ പഠിക്കുന്നത് തന്നെ ഈ കുറേ ആൾക്കാരുടെ പേര് പഠിക്കാനാണ്. ചോദിച്ച് എപ്പോഴും നെറ്റ് എക്സാമിന് ഇതിനിടയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സെറ്റിനും ചോദിക്കും, ടെറ്റിനും ചോദിക്കും. ഈ ആൾക്കാരെ മാത്രമേ ഇവർ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ആൾക്കാരെ തെറ്റാണ്ട് നിങ്ങൾ പാട്ടോ ഇനി എങ്ങനെയെങ്കിലും കണക്ട് ചെയ്തിട്ട് ഇവർ പഠിച്ചു വെക്കണം കേട്ടോ. മീഷാൽ മാലൂഫ്, ഹബീബ് മസൂദ്, അസദ് ഖാനിം, ദാവൂദ് ഷക്കൂർ, ഫൗസി മാലൂഫ് ഉണ്ട്, ഷഫീഖ് മാലൂഫ് ഉണ്ട്, കൈസർ മാലൂഫ് ഉണ്ട്, ഇല്യാസ് ഫർഹാത്ത് ഉണ്ട്, റഷീദ് സലീം അൽ ഖുരി ഉണ്ട്, ഫൈസൽ ഖുരി ഉണ്ട്, നലീർ ഉണ്ട്, യൂസുഫ് ബൈനി ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി വെക്കുക. പിന്നെ എക്സ്ട്രാസ് വരുന്നത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ, റാബിത്തത്തുൽ അദ്ബിയ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അത് അർജന്റീനയിൽ തന്നെ ജോർജ് സെയ്ദ് 1949 വർഷം ചോദിക്കൂല, കാരണം നമുക്ക് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ റാബിത്തത്തുൽ അദ്ബിയ എന്ന് പറയുന്ന ഒരു സംഘടനയും കൂടി മഹജറിലുണ്ട്. ജോർജ് സെയ്ദഹാണ് ഉണ്ടാക്കുന്നത്. 2 വർഷം കൊണ്ട് നശിച്ചു പോകുന്നുണ്ട്. 3-4 പേരെ ഉണ്ടായിട്ടുള്ളൂ. അർജന്റീനയാണ്, അതായത് അമേരിക്ക ജനൂബിയയിൽ തന്നെയുള്ള മറ്റൊരു സംഘടനയാണ് റാബിത്തത്തുൽ അദ്ബിയ. ഇനി കൂട്ടത്തിൽ പെടാത്തത് എന്ന് ചോദിച്ചിട്ട് റാബിത്തത്തുൽ കലമിയ, അസ്ബത്തുൽ ഉന്ദുലുസിയ, റാബിത്തത്തുൽ അദബിയ, മജല്ലത്ത് അപ്പോളോ എന്നൊക്കെ കൊടുത്തതിന് നിങ്ങൾ തെറ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറിയാത്ത പേര്, അതായത് സംഘടനകൾ പേര് കൊടുക്കുമ്പോൾ റാബിത്തത്തുൽ അദബി അല്ലല്ലോ പഠിച്ചത് എന്ന് വിചാരിച്ചിട്ട് തെറ്റിക്കരുത്. റാബിത്തത്തുൽ അദബി ഒരു സംഘടനയാണ്, ജോർജ് സെയ്ദ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം. വർഷങ്ങൾ പഠിച്ചു വെക്കണ്ട കേട്ടോ, ചോദിക്കൂല. പിന്നെ അബ്ദുൽ മസീഹ് ഹദ്ദാദിന്റെ സായി എന്ന് പറയുന്ന പത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. നസീബ് അരീലയുടെ ആണ് മജ്ലത്ത് ഫുനൂന്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മിഖായിൽ നൊയ്മ നഖ്ദിയായ മക്കാലകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് മജ്ലത്ത് ഫുനൂനിലാണെന്ന് പറഞ്ഞു, അത് നസീബ് അരീലയുടേതാണ്. അതേപോലെ മജ്ലത്ത് സമീർ ഈലിയ അബു മാലിയുടേതോ ആണെന്ന് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ചോദിച്ചാൽ. ഇനി നമുക്ക് പഠിച്ച് ഇനിയിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ബോറടിക്കുന്നവർക്കൊക്കെ വേണേൽ ലെഫ്റ്റ് അടിച്ചു പോവാം. ഇതേവരെ PSC ചോദിക്കാത്ത ഒരു ഏരിയ ആണ് ഉന്ദുലുസ്, സ്പെയിൻ ലിറ്ററേച്ചർ. ഇനി എങ്ങാനും ഒരു ചോദ്യം വളരെ വളരെ ഒരു പോയിന്റ് ഒക്കെ വെച്ചേ ഉള്ളൂ. ഇപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ ക്ലാസ് കഴിയും. ഇരിക്കാത്തവർ ഇരിക്കണമെന്നില്ല കേട്ടോ, കാരണം ഈ ഏരിയയിൽ നിന്ന് ഇതേവരെ ചോദ്യം ചോദിച്ചിട്ടില്ല. ടെറ്റിനോ വേറെ ഏതെങ്കിലുമൊക്കെ എക്സാമിനോ ഒന്നോ ചോദിച്ചാലായി. ആകെ PSCയിൽ ചോദിച്ചിട്ടുള്ളത് ഉന്ദുലുസില് അമവി ഭരണകൂടം ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള ഒറ്റയൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. നമുക്കറിയാം അബ്ദുറഹ്മാൻ ദാഖിൽ അല്ലേ, ആ ഒരു ചോദ്യമാണ് PSC ഇന്ന് വരെ ചോദിച്ചേക്കണേ. അതും 2019 അപ്ലൈ ചെയ്തിട്ട് 2020 എന്തോ ഒരു LP എക്സാം നടന്നില്ലേ, ആ ഒരു എക്സാമിന്. പിന്നെ അതായത് നമുക്ക് സിലബസിൽ ഇല്ല, ഉന്ദുലുസ് ഇല്ല. എന്നാൽ ഇനിങ്ങാണ് താരിഖ് ബിൻ സിയാദിനെ ചോദിച്ചാൽ, താരിഖ് ബിൻ സിയാദ് ചോദിക്കാറുണ്ട്, പക്ഷെ അത് +1 ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ചോദ്യമാണ്. താരിഖ് ബിൻ സിയാദ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡയലോഗില്ലേ, മുമ്പില് കടല് പിറകില് അല്ല എന്താണ്, മുമ്പിൽ ശത്രുക്കളും ഐനൽ മഫർ, അങ്ങനെ പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടായില്ലേ, മുമ്പിൽ ശത്രുക്കളും പിറകില് കടലും, നമുക്ക് എന്തില്ല, നമുക്കൊരു ജീവിതം, എന്ത് കപ്പലൊക്കെ കത്തിച്ചു കളഞ്ഞ് യുദ്ധം ചെയ്ത് ജയിച്ച കഥ ഓർമ്മയില്ലേ, അത് +1 ടെക്സ്റ്റ് ബുക്കിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് താരിഖ് ബിൻ സിയാദ് ചോദിച്ചത്. ഒരിക്കലും സ്പെയിൻ ലിറ്ററേച്ചർ ചോദിക്കണമെന്ന് ഓർത്ത് ചോദിച്ചതല്ല കേട്ടോ. അപ്പൊ ഫതഹൽ മുസ്ലിമൂൻ ബിലാദുൽ അൻദലുസി അലാ യദി താരിഖ് ബിൻ സിയാദ് വഫി ജയ്ഷി മൂസ ബിൻ നുസൈർ. ഈ ക്ലാസ് താരിഖ് ബിൻ സിയാദിന്റെയും മൂസ ബിൻ നുസൈറിന്റെയും ക്ലാസ് ശരിക്കും പറഞ്ഞാൽ മെഹബൂബ് സാർ എടുക്കണം. നമ്മൾ ഉണ്ടല്ലോ കരഞ്ഞു പോവും. അവസാനം താരിഖ് ബിൻ സിയാദിനെ കൊല്ലുന്നുണ്ട്, മൂസ ബിൻ നുസൈറൊക്കെ പോയി. അത് മെഹബൂബ് സാറിന് ഫ്രീ ആയിട്ട് വരുമ്പോൾ ഒരു ദിവസം വിട്ടുതരാം ലിറ്ററേച്ചറിന്റെ ചരിത്രം കേൾക്കാൻ, പറയുന്നത് കേൾക്കണം. അതായത് താരിഖ് ബിൻ സിയാദിനെ ഒറ്റ പ്രസംഗം കൊണ്ട്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, ഒരൊറ്റ മോട്ടിവേഷൻ കൊണ്ടാണ് ഉന്ദുലുസ് പിടിച്ചടക്കിയത്.
വളരെ നിസ്സാരം ആൾക്കാരെ കൊണ്ട് ഉന്തുലുസ് പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ മോട്ടിവേഷന്റെ പുറത്താണ്. അപ്പൊ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് വിത്ത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നാൽ എന്താണ്, നമുക്ക് എന്തും നേടാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് ഇവരൊക്കെ. ശരിക്കും ഇവരൊന്നും പഠിച്ചു പോണ്ടവരല്ല അല്ലെ. ശരിക്കും നമ്മൾ വെറുതെ ഇങ്ങനെ എല്ലാവരും നമ്മൾ വെറുതെ എക്സാമിനൊക്കെ വേണ്ടി പഠിച്ചു പോവാണ്. ശരിക്കും എന്തോരം ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ മെഹബൂബ് സാറിനെ പോലെ ജംഷീദ് സാറെ പോലെയൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്ന് നമുക്ക് കിട്ടും. വായന കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താനുണ്ടാവും. ഇവരൊക്കെ എത്രത്തോളം മോട്ടിവേറ്റഡ് ആയ ആൾക്കാരാന്ന് ഓർത്ത് നോക്കിയേ. അപ്പോ ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഉന്തുലുസ്, പിന്നെ വിജയിച്ചത് താരിഖ് ബിൻ സിയാദാണ്. മൂസ ബിൻ നുസൈറിന്റെ പട്ടാളക്കാരനായിരുന്നു താരിഖ് ബിൻ സിയാദ് ട്ടോ. ആരുടെ കാലഘട്ടത്തിലായിരുന്നു? വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തില്. വലീദ് ബിൻ അബ്ദുൽ മലിക്കാട്ടോ കൊല്ലുന്നത് താരിഖ് ബിൻ സിയാദിനെ. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആകെ ഇന്ന് വരെ PSC ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ, മുഅസ്സിസ് ദൗലത്തുൽ അമവിയ ഫിൽ ഉന്ദുലുസ് ആരാണ്? അബ്ദുറഹ്മാൻ അദ്ദാഖില ട്ടോ. കാരണം അബ്ബാസികൾ വന്ന് അമവിയാക്കളെയൊക്കെ കൊല്ലുന്നുണ്ടല്ലോ അല്ലെ. 132 142 എന്നാണ് 660 മറന്നുപോയി. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരെയും അമവികളെ എല്ലാവരെയും കൊല്ലുന്നുണ്ട്. അപ്പൊ കുറച്ചുപേര് ഓടിപ്പോയിട്ടുണ്ട്. അതിൽ അബ്ദുറഹ്മാൻ ദാഖിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് മുഅസ്സിസ് ദൗലത്തുൽ അമവിയ ഫിൽ ഉന്ദുലുസ് ട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഉള്ളൂ. താരിഖ് ബിൻ സിയാദ് ചോദിക്കുന്നത് +1 ടെക്സ്റ്റ് റിലേറ്റഡ് ആണ്. എന്നാൽ അത് പഠിച്ചു കേട്ടോ. ബിലാദുൽ ഉന്ദുലുസ് ആരുടെ കൈകളാലാണ്? താരിഖ് ബിൻ സിയാദിന്റെ കൈകളാണ്. അപ്പോ പട്ടാള ക്യാപ്റ്റൻ ആരായിരുന്നു? മൂസ ബിൻ നുസൈർ ആയിരുന്നു. അപ്പൊ ഖലീഫ ആരായിരുന്നു? വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്. അത് ചോദിക്കൂല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി മുബശ്ശഹാത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉന്ദുലുസിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ മുബശ്ശഹാത്ത്? അതായത് മിൻ അൻവായ് ഷേറിൽ അറബിയ, ഒരു അറബി കവിതയുടെ ഒരു ഇനാണ്. ലഹ്റ ഫിൽ ഉന്ദുലുസി ഫിൽ ഖർൻ സാലിസ ഹിജ്രി, 3-ാം നൂറ്റാണ്ടിൽ ട്ടോ. മുബശ്ശഹാത്ത് എന്ന് പറയുന്നത് ഒരു തരം സംഗീതാത്മകമായ കവിത എന്ന ഗാനം എന്നൊക്കെ പറയാം. കാഫിയൊന്നും ചിലപ്പോൾ കൃത്യമായിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല രസമുണ്ടാകും കേട്ടിരിക്കാൻ. നമ്മുടെ വയനാട് ട്രൈബൽ ഏരിയകളിലൊക്കെ കേൾക്കണ അവരുടെ ജീവിത ശൈലികളും അങ്ങനെയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള കുറെ കവിതകൾ വരികളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ഈ മുബശ്ശഹാത്ത്. മുബശ്ശഹാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനുള്ളത്, പേര് വന്നത് എങ്ങനെയാണ്? വിഷ എന്നുള്ള ഒരു ഇതിലാണ് വഷാഹ്. ഹിയ ഖിലാദത്തുൽ മർഅ ഔ ഹിയ നിസാ, അതായത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണം, അങ്ങനെ ഒരു അർത്ഥം വരുന്നതിൽ നിന്നാണ് വഷാഹ് വന്നത് ട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, മുബശ്ശഹാത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് മുഖദ്ദിം ഇബ്നു മുആഫി അൽ ഖിബ്രി എന്ന് പറയുന്ന ആളാണ്. അതേപോലെ ഇബ്നു അബ്ദുറബ്ബ മുബശ്ശഹാത്തിന്റെ ആളാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി യുക്കാല് ബാദർ റുബാത്ത ഒന്നും വേണ്ട. മുബശ്ശഹാത്ത് ഒന്നും വേണ്ട കേട്ടോ. മുബശ്ശഹാത്ത് ഉന്ദുലുസ് ആണെന്നുള്ള ഓർത്ത് വെക്കുക. ഇനി ഇബ്നു ഹാനി അൽ ഉന്ദുലുസ് ഉണ്ട്. ഇബ്നു ഹാനിയുടെ ഉന്ദുലുസ് ഷായറുൻ ഉന്ദുലുസിയാണോന്നും വേണ്ട. സക്കൂൻ അൽ ഇഷ്ബീലിയ ഒന്നും വേണ്ട. മുത്തനബി അൽ അറബ് അല്ലെങ്കിൽ അമീർ ഷോറ അൽ ഉന്ദുലുസ് എന്നുള്ളത് ഇബ്നു ഹാനിയാണ്. അമീർ ഷോറ ഫിൽ മഹ്ജർ ആരാണ്? റാബിത്തത്തുൽ കലമിയാണ്. അമീർ ഷോറ ഉന്ദുലുസ് ആരാണ്? ഇബ്നു ഹാനി ഉന്ദുലുസ് ആണ്. അമീർ ഷോറ ഫിൽ ജാഹിലി ആരാണ്? നമ്മളെ സ്വന്തം ഇബ്രുൽ കൈസാണ്. അമീർ ഷോറ ഫിൽ അസ്ർ ഹദീസ് ആരാണ്? അമീർ ഷുറ ഫിൽ ഹദീസ് ആരാ? അമീർ ഷുറ ആരാണ്? എന്റെ റബ്ബേ, ഹാഫിൽ ഇബ്രാഹിം ആരെയാണ് അമീർ ഷുറ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തത്? അപ്പൊ 4 അമീർ ഷുറ നിങ്ങൾ പഠിച്ചിട്ടോ. അമീർ ഷുറ അൽ ജാഹിലിയ ഇംറുൽ ഖൈസ്, അമീർ ഷുറ അൽ ഫിൽ മഹ്ജർ ഈലിയ അബു മാലി, അമീർ ഷുറ ഫിൽ ഉന്ദുലുസ് ഇബ്നു ഹാനി, അമീർ ഷുറ ഫിൽ അസ്ർ ഹദീസ് അഹ്മദ് ഷൗക്കി ട്ടോ. ഇനി ഇബ്നു സെയ്ദൂന്റെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട. എന്തിനാണ് വെറുതെ? ഖുർത്തുബ ഇഷ്ബീലിയ ഒന്നും പഠിക്കണ്ട. മൂപ്പരെ കുറിച്ച് ആകെ പഠിക്കാണ്ട് ദുൽ വിസാറത്തൈനി അലി മുഹ്തരി അൽ മഗ്രിബ്, ഇത് രണ്ട് ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഉന്ദുലുസ് ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും ഇബ്നു സെയ്ദൂൻ ആയതുകൊണ്ട് ദുൽ വിസാറത്തൈനിയും മുഹ്തരി അൽ മഗ്രിബും ഉണ്ട്. അതൊന്നും വേണ്ട. സാഹിബിൽ കൊത്ത് ഒന്നും വേണ്ട. അത് വല്ലാത്ത മുസ്തഫനൊക്കെ സ്നേഹിച്ചതിന്റെ പേരിൽ ജയിലിൽ അടക്കുന്ന ഒന്നും വേണ്ട. ഒന്നും PSC ചോദിക്കില്ല. ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ റിസാലത്ത് ജദ്ദിയ
റിസാലത്തുൽ ഹസ്ലിയ. ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കൂല. അത് രണ്ടും ഇബ്നു സെയ്ദിൻ്റെതാണ്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇബ്നു ജഹൂറിനെ ജയിലിൽ നിന്നൊക്കെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കണത്. ഒന്ന് വല്ലാതെ മുസ്തഫയുടെ കെട്ടിയോനെ കളിയാക്കിയിട്ട് അയക്കണ കത്ത. ഇനി മൂപ്പരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ അൽഹത്തനായി ബദീരം മിൻ തദാനി, നമ്മളെ വല്ലാതൊക്കെ അയക്കണ ലെറ്റർ ആട്ടോ. അത് ഇത് വായിച്ചു വെക്കാട്ടോ. അതൊന്നും ചോദിക്കൂല, PSC ചോദിക്കൂല മക്കളെ. ഇബ്നു റുഷ്ദിനെ കുറിച്ച് ആകെ നിങ്ങൾ നോക്കാനുള്ളത് മക്കളെ, ഇന്ദൽ അഖറബ് അവാറോസ് എന്ന് അറിയപ്പെടുന്നത് ഇബ്നു റുഷ്ദ് ആണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പുസ്തകം തഹാഫുത്ത് ഇബ്നു റുഷ്ദ് ഓർത്ത് വെക്കണേ. പിന്നെ ബാക്കി പുസ്തകമൊന്നും വേണ്ട. ഇബ്നു ഹസ്മിനെ കുറിച്ച് നിങ്ങൾ ആകെ പഠിച്ചു വെക്കാനുള്ളത് കുർത്തുബയിലാണ്. ജനം ഒന്നും പഠിക്കണ്ട. തൂക്കുൽ ഹമാം ഫി ഹുബി, അതായത് ഹുബിലെ ആദ്യത്തെ പുസ്തകം ഇബ്നു ഹസ്മിന്റെ തൂക്കുൽ ഹമാമ എന്നാണ് പറയുന്നത്. അതായത് എഴുതിയിട്ടില്ല എന്നൊന്നല്ല, നമ്മളെ ഇംബുൽ കൈസൊക്കെ എന്തോരം എഴുതിയേക്കണേ. പക്ഷെ അങ്ങനെ ഉന്തുരുസില് ഒരു ഹുബിൽ എഴുതിയേക്കണത് തൂക്കുൽ ഹമാമയാണ്, ഇബ്നു ഹസ്മാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. കണ്ട, തൂക്കുൽ ഹമാമ പ്രണയ സാഹിത്യ, ഫന്നുൽ ഹുബ്, തൂക്കുൽ ഹമാമ വഹ്വ അവ്വലു കിതാബ്. അതായത് പൂർണ്ണമായിട്ട് അവ്വല് കിതാബാണ് ഫന്നുൽ ഹുബിൽ എന്ന് അറിയപ്പെടുന്നത് തൂക്കുൽ ഹമാമയാട്ടോ. അവ്വല് കിതാബാണ്. അതിനെ ഏത് കാലഘട്ടത്തിൽ ചോദിച്ചാലും തൂക്കുൽ ഹമാമ കൊടുക്കണം കേട്ടോ. ഫന്നുൽ ഹുബാണേ അങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ട് ഒന്നും വേണ്ട, ഒന്നും ചോദിക്കൂല. ഇനി ഇബ്നു അബ്ദുറബ്ബ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണേ. ഇബ്നു അബ്ദുറബ്ബയുടെ പേര് നിങ്ങളോട് ചോദിക്കൂല, എന്നും ചോദിക്കൂല. ഇബ്നു അബ്ദുറബ്ബയെ കുറിച്ച് ചോദിക്കുക. മലീഹുൽ ഉന്ദുലുസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഇബ്നു അബ്ദുറബ്ബയാണ്. മലീഹുൽ ഉന്ദുലുസ് ആരാണ്? ഇബ്നു അബ്ദുറബ്ബയാണ്. അതേപോലെ ഇഖ്ദു അൽ ഫരീദ്, ഇത് പഠിക്കാനുണ്ട്. ഇഖ്ദു അൽ ഫരീദ് ഇബ്നു അബ്ദുറബ്ബയുടേതാണ്. ഇഖ്ദു അൽ ഫരീദ് എന്ന് പറഞ്ഞ പുസ്തകം തന്നെ നമുക്ക് സിലബസിൽ ഉണ്ടല്ലേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ട്. അത് ഇബ്നു അബ്ദുറബ്ബയുടെയാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ ഏറ്റവും മുവശഹാത്ത് കണ്ടുപിടിച്ചതിലെ മുൻഗാമികളിൽ ഒരാളാണ് ഇബ്നു അബ്ദുറബ്ബ. ഇഖ്ദുൽ ഫരീദ് സാഹിബി കിതാബാണ് നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, അതും കേട്ടറ്റിന് വന്നതാണ്. അൽ മുവശഹാത്ത് ഫന്നുഷീര് മുസാജിസ് ലഹറഫി. മുവശഹാത്ത് എവിടെയാണ്? ഇറാഖിലല്ലാന്നറിയാ, മിസ്റിലല്ലാന്നറിയാ, ജസീറത്തുൽ ഉന്ദുലുസ് അല്ല. കാരണം സ്പെസിഫൈ ചെയ്ത് ഇവിടെ പറയുന്നുണ്ട് അൽ ഉന്ദുലുസ് എന്ന്. അതുകൊണ്ട് ഉന്ദുലുസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് അഷർ, അത് നിങ്ങൾ നോക്കി കാറ്റഗറി 4 2015 ചോദിച്ച ചോദ്യമാണ്. ഉന്ദുലുസിലെ ഏറ്റവും വശാഹിങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അഷഹറായ പിന്നെ ആളാരാണെന്നാണ് ചോദ്യം. ഇതില് ത്വയ്ത്തലി എന്നാണ്, തെറ്റിപ്പോയിട്ടോ. ഇബ്നു ഹഫാജ, അൽ മുഅ്തബിദ് ഉബാദ, അബ്ബാസ് ഇബ്നു ഫർസാൻ. ഈ 4 പേര് ആകെ നമ്മൾ കേട്ടേക്കണ ഇബ്നു ഹഫാജ എന്ന് മാത്രമായിരിക്കുള്ളൂ. പക്ഷെ ആൻസർ വരുന്നത് ഏതാണ്? അൽ അഅ്മ അത്വയ്ത്തലി എന്ന് പറയുന്ന ആളാണ് മുവശഹത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതില് ഇതൊക്കെ ടെറ്റിന് വന്നതാണ്. PSC ചോദിച്ചിട്ടില്ല കേട്ടോ മക്കളെ. PSC ഉന്ദുലുസ് ചോദിച്ചിട്ടില്ല. ആകെ ചോദിച്ചേക്കുന്ന അബ്ദുറഹ്മാൻ ദാഖിലും താരിഖ് ഇബ്നു സിയാദ കേട്ടോ. ഇനി നോക്കിയേ, ഇതും തെറ്റിൻ്റെതാണ്. ഇബ്നു ഹാനി ഷായിർ, നമുക്കറിയാം ഉന്ദുലുസിയാണെന്നറിയാം. പിന്നെ മുത്തനബി അൽ അറബ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മൾ പറഞ്ഞു ഇബ്നു ഹാനിയാണെന്ന് പറഞ്ഞു. എന്നാ റിസാലത്ത് ജദ്ദിയ റിസാലത്തുൽ ഹസ്ലിയ നമ്മൾ പറഞ്ഞു ആരുടേതാണ്? നമ്മൾ പറഞ്ഞു ഇബ്നു സെയ്ദുൻ്റെതാണെന്ന് പറഞ്ഞു. തൂക്കുൽ ഹമാമ നമ്മൾ ആരുടേതാണെന്ന് പറഞ്ഞു? ഇബ്നു ഹസ്മിൻ്റെതാണെന്ന് പറഞ്ഞു. തഹാഫുത്ത് ആരുടേതാണെന്ന് പറഞ്ഞു? ഇബ്നു റുഷ്ദിന്റെ ആണെന്ന് പറഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ ഇമ്പോർട്ടന്റ്. നമ്മുടെ ഇതില് ഉന്ദുലുസില് വേറെ ചോദ്യങ്ങൾ വരൂല. ഉന്ദുലുസ് നമുക്ക് സിലബസിലും ഇല്ല. അതുകൊണ്ട് ഉന്ദുലുസ് പഠിച്ചിട്ട് സമയം കളയണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും.